വലിയ മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കുതിര പോലുണ്ട്. ട്രൈ ചെയ്താലോ? നോ നോ ഇമോഷൻ ജോൺ. ഞാൻ കൊടുത്തോ? ഇതാ. നിനക്കൊന്നും സെറ്റ് ആവില്ലടാ. വേറെ ആളെ ട്രൈ ചെയ്. ഒന്ന് പോടാമണ്ട. നീ കണ്ടോ, ഈ പെഗൊരെണ്ണം തീർന്ന സ്ട്രൈറ്റ് ആയിട്ട് മാറ്ററിലേക്ക് കിടക്കും.
പുതിയതാണല്ലേ? എന്താ പ്രശ്നം? എന്റെ ബോയ് ഫ്രണ്ട് എന്നെ വിട്ടിട്ട് പോയി. ബ്രേക്കപ്പ് ഡേ എൻജോയ് ചെയ്യടേ. കമോൺ. Margarita, Margarita, bodham tarum. Margarita, 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 bodham tarum. Ketta ketta, idu breakup day, ikondade, idu day by day. Meshathil, idu thilakamila, idu thilakamila. Just morning, ഒരു കാര്യമില്ല. തരരിരാ മനസ്സ് തുറന്നിട് മനസ്സ്. തരരിരാ മനസ്സ് തുറന്നിട് മനസ്സ്. ആകർഷിച്ചിടുമെടാ എന്നൊരു വട്ടം നിന്നെ വഴിയെഴുപ്പിക്കുമെടാ. ഒരു ഹലോ ചൊല്ലി ഹോർമോൺ കേൾക്കും. ഈ പിമ്പിൾസ് എല്ലാം പോപ്കോൺ ആവും. ആണും പെണ്ണും ഇച്ഛയുണ്ട്, അതിലെ നേരം പോകും കാശൽ മാറും. വേണ്ടെന്ന് എന്ന് തോന്നും, എന്നാൽ പെണ്ണിനെ കൂട്ടിൽ വയ്ക്കും. ഒരു ബ്രേക്കപ്പ് ഡേ പോലാഘോഷിച്ച നാളുകൾ പെണ്ണിനില്ലയോ?
ജോൺ ജോൺ എഴുന്നേക്കടാ ജോൺ 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 എഴുന്നേക്കടാ. ആ പെണ്ണ് ബാത്റൂമിൽ ബോധം കെട്ട് കിടക്കാടാ. ഏത് പെണ്ണാടാ? നീ ഞാൻ നോട്ടിട്ട് വെച്ചിരുന്നില്ല, ആ പെണ്ണാടാ. പൂസായിരിക്കൂടാ. ഡാ പൂസിലല്ലടാ, ഷീസ് ഡെഡ്. അവള് ചത്ത് കിടക്കാടാ. എന്തുവാടാ പറയുന്നത്? അതേടാ. ഒന്ന് പെട്ടെന്ന് വാടാ. ഇവരെവിടെയാ നോക്കുന്നേ? ജീവനുണ്ടോന്ന് പറയാൻ നീ ഒരു നോട്ടം നോക്കിയില്ലേ? ഒരു രക്ഷയില്ലടാ. ചാർമി. എന്ത് ഭംഗിയല്ലേ. മേക്കപ്പ് ഇല്ലാതെ കണ്ട പ്രേതത്തെ പോലെ ഉണ്ടാവൂടാ. ഡാ ഞാൻ പോലീസിനെ വിളിക്കാം. നീ എന്തിനാടാ ഫോൺ കട്ട് ചെയ്തേ? പബ് നടത്തണോ വേണ്ടയോ? പബ് നടത്തുന്നതിന് പോലീസിന് എന്താടാ ബന്ധം? ഫോൺ ചെയ്ത പോലീസ് മാത്രമല്ല വരിക, മീഡിയക്കാരും വരും. ഓൾറെഡി പബ്ബിൽ നടക്കുന്ന വൃത്തികേടുകളൊക്കെ മീഡിയക്കാർ വെച്ച് കാച്ചുന്നുണ്ട്. ഇവക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ നമ്മുടെ കാര്യവും പോക്കാ. പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങുമ്പോൾ എന്ത് ആദർശത്തെയാണ് പിടിക്കേണ്ടതെന്ന് ആലോചിക്കുന്ന നേതാവ് ഇത് കണ്ട. ഈ ആദർശം മതി എന്നൊരു പൈൻ്റ് അടിച്ച് ആലോചിച്ചിട്ട് സംസ്കാരത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് 100 പേരെ വിളിച്ചോണ്ട് ഇവിടെ നിൽക്കും. അവന്മാരെല്ലാരും കൂടി ഈ ബാറ് മുഴുവനും അടിച്ച് തകർത്തിട്ട് വന്ന ലോറി തന്നെ ബാക്കിയെല്ലാം പെറുക്കിയെടുത്തിട്ടോണ്ട് പോകും. ഇതൊക്കെ ആവശ്യമാണോടാ? ഡാ നീ എന്നെ കൺഫ്യൂസ് ആക്കില്ലേ? അവൾ അങ്ങനെ തന്നെ വിടാനാണോ പ്ലാൻ? അവിടെ തന്നെ വിട്ടാ ശ്വാസം വിട്ട് ചത്തു. ഡാ നമുക്ക് ഇവിടെ ഇന്നർ ഹാളിലേക്ക് മാറ്റാം. ശരിയടാ, കാല് പിടിക്ക്. എന്താ നിനക്ക് കാല് പിടിച്ചാല്? കാല് പിടിച്ചവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാ. അതെന്താടാ നിനക്ക് നന്നാവണ്ടേ? ശരി, ഞാൻ തന്നെ കാല് പിടിക്കാം. ചുമ്മാ പറയരുതല്ലോ, ബ്രഹ്മദേവൻ കാല് വരെ ശരിക്കും അധ്വാനിച്ചിട്ടുണ്ട്. നീ എന്താടാ കാണിക്കുന്നേ? ഉണ്ടോന്ന് നോക്കിയതാ. എന്ത്? അത് എന്നടാ അത്. അതൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ഉണ്ടാകും. തൽക്കാലം നീ മണിയടിക്കാൻ പോണ്ട, ബാ. മുടിയാടാ, വേറെ ഒന്നല്ല. ചാരു, എന്നെ നീ ഒന്ന് നോക്ക്. ചാരുക്കുട്ടി, ചാരു മോളെ. എന്തുവാ കാണിക്കുന്നേ? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടടി, നിന്റെ തള്ള വന്നിട്ടുണ്ടടി, എടി കോട്ടറുമായിട്ട് നിന്റെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ടടി. ഇരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങടാ. എടാ കൊന്നു കളയല്ലേ? ശ്വാസം മുട്ടി ചാവണ്ടാന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന നീ അവിടെ സ്പ്രേ അടിച്ച് കൊല്ലുവാടാ. പൂസായി കിടക്കടാ. മച്ചു, ഞാൻ അവൾക്ക് മോര് കൊടുത്ത് എഴുന്നേപ്പിക്കട്ടെ? മയക്കത്തിൽ എങ്ങനെ മോര് കുടിക്കാനാ? അല്ലെങ്കിൽ എന്റെ വിരൽ അവളുടെ വായിലിട്ടിട്ട് ഓന്ന് ഛർദ്ദിക്കാൻ വെക്കട്ടെ? 80 വയസ്സുള്ള കിളവിയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യൂടാ? കേടാവിയോ? ഓ വായാണോ? ജീവനോടെ ഇരുന്ന എന്ത് ചത്ത എന്ത്? ഒന്നെങ്കിൽ വെള്ളടിക്കും, അല്ലെങ്കിൽ ഇരുന്ന് മൊബൈലിൽ ബിറ്റ് സിനിമ കാണും. കുറച്ചെങ്കിലും സീരിയസ്നെസ് ഉണ്ടോ? മല്ലുവാണോ ഇംഗ്ലീഷാണോ? ഒന്ന് കാണിക്കടാ.
നിന്നെ ഇത് അവളുടെ ഫോണാടാ. ഹേ, അവളുടെ ബോയ് ഫ്രണ്ടിന്റെ നമ്പർ ഉണ്ടോ നോക്കി ഇൻഫോം ചെയ്യാം. അവള് ബോയ് ഫ്രണ്ടിന് ഇട്ടിരിക്കുന്ന പേര് ATM, ആംബുലൻസ്, ഷാർപ്പ്, കട്ടയ്ക്ക്, സിപ്പ്. അച്ഛൻ, അമ്മ, അനുജൻ, അനുജത്തി, ആരുമില്ല. ഇവളുമാര് സാറ്റർഡേ ആവുമ്പോ ഓസയില് സ്വർഗത്തിലെത്തും. എന്തിനാ കുടിക്കുന്നതെന്ന് ചോദിച്ചാ മന്ത്ലി ടാർഗറ്റ്, മൈൻഡ് സ്ട്രെസ്, ഇങ്ങനെയൊക്കെയാ പറയാറുള്ളത്. ഇവളുമാർക്ക് കുടിക്കാണ്ട് പറ്റില്ല. അതിന് കുറെ ഊള കഥകൾ പറയും. അല്ല, നീ എന്തിനാ കുടിക്കുന്നേ? ഇതുപോലെയുള്ള ഓരോ സംഭവം കാണുമ്പോ എങ്ങനെ കുടിക്കാതിരിക്കും? കറക്റ്റാടാ, സെയിം ഫീലിംഗ്. കുടിക്ക് മച്ചു, അത് നിനക്കുള്ള കോളാ. നീ പോയിക്കോ, ഞാൻ അവളെ നോക്കിക്കോളാം. എന്തിന്? ഞാൻ പോയി കഴിഞ്ഞിട്ട് വായിൽ വരലിട്ട് ഊന്ന് വാള് വെപ്പിക്കാനാണോ? ഹേയ്, ഇല്ല. കൊന്നുകളയും ഞാൻ. ഹായ്. ഇതുവരെ ഇറങ്ങിയില്ലേ? സാറ്റർഡേ അല്ലേ, നല്ല തിരക്കുണ്ട്. വെള്ളടിച്ചോണ്ടിരിക്കാണോ? ആ ഇല്ലല്ലോ, ഞാൻ വരുമ്പോ നിനക്ക് ഐസ്ക്രീം അടിച്ചോണ്ട് വരട്ടെ? ഐസ് ഒന്നും എനിക്ക് വേണ്ട, വേഗം വാ. പെട്ടെന്ന് വരാവേ. ഹായ് ചാരു, ആർ യു ഓൾ റൈറ്റ്? ഏയ്, നിക്ക്, 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 നിക്ക്. ഏയ്, relax, ചാർമി, relax, ചാർമി, relax, please. ചാരു. ഏയ്, ആ, കളിക്കുന്നടാ, ഹുസൈനെ. വന്ന് ഇവളെ പിടിച്ച് മാറ്റണം, കളിക്കുന്നടാ. ഞാൻ കാണിച്ചു തരാടി. അയ്യോ, കത്തി. പോടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പോടാ. ഏയ്, കടിക്കല്ലേ ചാർമി. ചാർമി ഒന്ന് നിർത്ത്. ഞാൻ വേണമെങ്കിൽ നിനക്കൊരു പെഗ് അല്ലെങ്കിൽ ലെഗ് പീസ് തരാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പിടിക്കടാ അവളെ. ശരിയടാ. എടാ, നന്നായിട്ട് പല്ലിറങ്ങിട്ടുണ്ടല്ലോ. പോടാ. പോടാ. എടാ, ജോണി, അവളുടെ വാ എടുക്കടാ. പുറത്ത് ശബ്ദം കേൾക്കും. ഏയ്, ചീ, ഒന്ന് നിർത്ത്. ഒറ്റ വെക്കല്ലേ. Leave me! വിട്ടു എന്നെ. Cool, cool. Relax, Charmi, relax. Please don't kill me. എന്താടാ പറയുന്നത്? Don't kill me. ഏയ്, ആരാ നിന്നെ കൊല്ലാൻ പോകുന്നത്? He's the one. Ask him to leave. Please, അവനെ പുറത്തോട്ട് പോകാൻ പറ. അല്ല, അവനെന്തിനാ നിന്നെ കൊല്ലുന്നത്? Because he raped me. എന്താ പറഞ്ഞ? Yes. അവൻ എന്നെ റേപ്പ് ചെയ്തു. അത് ഞാൻ പുറത്ത് പറയുന്ന പേടിച്ച് എന്നെ കൊന്നുകളയാൻ നോക്കി. എന്ത്, ഞാനോ? അവള് ബോധമില്ലാണ്ട് എന്തൊക്കെയാ പറയാ. Damn it! ആർക്കാണ് ബോധമില്ലാത്ത? You are a rapist. I know that. എന്നെ ബാത്റൂമിൽ അടച്ച് അവരെന്നെ അടിച്ചു. ദാ ഇവിടെ, പിന്നെ ഇവിടെ, എവിടെയും കോൺഷ്യസ്നസ് പോയി. പിന്നെ ചാരു, you're doing something wrong. നീ ബാത്റൂമിൽ ബോധം കെട്ട് കിടക്കായിരുന്നു. ഞാനും ജോണ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താടാ നോക്കി നിൽക്കുന്ന? അവളോട് പറ. That's my phone. അതിൽ ഞാനും അവനെ എടുത്ത ഫോട്ടോസ് ഉണ്ട്. പ്ലീസ് അത് വാങ്ങിത്താ. കൊടുക്കടാ. I'll show the pictures. താ. എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഷാരു, നീ ഹെവി ഡ്രിങ്കിലായിരുന്നു. എന്താ ഉണ്ടായെന്ന് നിനക്ക് തന്നെ അറിയില്ല. നന്നായിട്ട് ആലോചിക്ക്. ഇവൻ തന്നെയാണോ? അവന്റെ ബോഡിയിൽ ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു. അവനെ അടുത്തേക്ക് വരാൻ പറ, എനിക്ക് സ്മെല്ല് ചെയ്യണം. സ്മെല്ല് ചെയ്യണമെന്നോ? നീ വേണമെങ്കിൽ പോലീസ് വട്ടി അയക്കോ, ബട്ട് ഐ എം നോട്ട് എ ക്രിമിനൽ.
നീ ക്രിമിനൽ അല്ലല്ലോടാ, പിന്നെന്തിനാ പേടിക്കുന്നേ? എടാ നീയും എന്താ ഇങ്ങനെ? ഡാ പോടാ. അവനോട് എന്നെ നോക്കാൻ പറ. അവളെ നോക്കടാ. നിനക്ക് എന്താ പ്രശ്നം? നീ വന്ന് നിക്ക്. ഇവന്റെ മേലെ ആ സ്മെല്ല് വരുന്നില്ല. രക്ഷപ്പെട്ടു. ഇവൻ കുളിച്ചിട്ട് വന്നിരിക്കാൻ തോന്നുന്നു. പക്ഷെ ഞാൻ കൺഫേം ആയിട്ട് തന്നെ പറയും ഇവൻ തന്നെ. ഇവനാ. ബട്ട് ഐ കാന്റ് റിമെമ്പർ ഹിസ് ഫേസ്. നീ ആരുടെ കൂടെ പബ്ലിക് വന്നേ? തനിച്ചാ വന്നത്. ഈ പബ്ലിക്ക് വരുന്നത് ഫസ്റ്റ് ടൈം ആണ്. ഒരു പെണ്ണ് മോഡേണായിട്ട് ഡ്രസ് ചെയ്താലും സിഗരറ്റ് വലിച്ചാലും വെള്ളം അടിച്ചാലും ആരുടെ കൂടെ കിടക്കുന്നാണല്ലോ നിങ്ങളുടെയൊക്കെ വിചാരം. ഞാൻ വെള്ളം അടിക്കും, സിഗരറ്റ് വലിക്കും, പക്ഷെ ഇതുപോലത്തെ തെറ്റൊന്നും ചെയ്യില്ല. എന്റെ ലൈഫിൽ വരാൻ പോകുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരേ ഗിഫ്റ്റ് അതാണ്. ഏജ് അറ്റൻഡ് ചെയ്ത ഓരോ പെൺകുട്ടികൾക്കും തന്റെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് വലിയൊരു ഡ്രീം ഉണ്ടായിരിക്കും. എനിക്കും ഉണ്ടായിരുന്നു. അതിവൻ കാമാർത്തി കാരണം ആ ഡ്രീം ടോയ്ലറ്റിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീയൊക്കെ ഒരു ആണാണോ? പൊന്ന നാറി. What do you think of me? I'm just a little lonely fucking chicken. That was your thought? I know karate, man. You have no idea what I'm capable of. One call, just one call, the whole pub will be demolished. Bloody fart. എന്താടാ ഇത്? അവള് തന്നെ വീരവർത്തനം പറഞ്ഞ് വീണല്ലോ. അടിച്ചു പറയുന്നു, കടിച്ചു പറയുന്നു, റേപ്പ് ചെയ്തെന്ന് പറഞ്ഞു, പിന്നെ പേടിത്തോറിന്ന് പറയുന്നു, കൊല്ലാൻ ശ്രമിച്ചു വരെ പറയുന്നു. ഒന്നും ചെയ്തില്ലല്ലോടാ. എന്റെ അമ്മോ, നിന്നെയും നമിച്ചിരിക്കുന്നു, ഈ ചാറിനെ യക്ഷിനെ നമിച്ചിരിക്കുന്നു. വേണമെങ്കിൽ നീ അങ്ങ് പൊക്കിയാ മതി. അവൾ എണീറ്റാലേ നീയാണ് അവളുടെ കൊച്ചിന്റെ തന്താന്ന് വരെ പറയും. എന്റെ അമ്മോ, എന്നെ വിട്ടേക്ക് മച്ചു. മനുഷ്യന്മാർ കുടിപ്പിച്ചല്ലോടി. Get off me! എന്നെ വിട്രാ. അയ്യോ ചേ. എസ്കേപ്പ് ആണോടാ? ചെല്ല് ചെല്ല് ചെല്ല്. എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ വരണം. നീ വാ, നമുക്ക് പോവാം. തെറ്റ് നീയല്ലേ, ഞാനെന്തിനു കൂടെ വരണം? എന്താടാ നീ എന്നെ കോണർ ചെയ്യുന്നത്? ഞാൻ മാത്രമല്ലല്ലോ ട്രൈ ചെയ്തത്, നീയല്ലേ ട്രൈ ചെയ്തത്. എനിക്ക് സെറ്റായില്ല, നീയല്ലേ അവളെ സെറ്റാക്കിയത്. ഡാ ജോൺ, ഹെൽപ്പ് ചെയ്യടാ പ്ലീസ് ഡാ. ഇതിനൊരേ ഒരു വഴിയുള്ളൂ. പെണ്ണുങ്ങളിൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് അലറി നിലവിളിച്ച് മാനം പോയിന്ന് പറഞ്ഞ് തൂങ്ങിച്ചാവും. മറ്റൊന്ന് എന്ത് നടന്നാലും പൊടി തട്ടുന്ന പോലെ തട്ടിക്കളഞ്ഞ് ലൈഫ് എൻജോയ് ചെയ്യും. ഇത് 2ാമത്തെ കാറ്റഗറിയാ.
ഞാൻ സോൾവ് ചെയ്യാന്നേ. പബ്ലിക് CCTV ക്യാമറ ഉണ്ടോ? ഉം. ഞാനൊന്ന് നോക്കട്ടെ. റെക്കോർഡ് ചെയ്യാറില്ല. എന്തേ? വെറൈറ്റി പീപ്പിൾസ് വരുന്ന സ്ഥലമല്ലേ, പലരും ഹെവി ഡ്രിങ്കാ. എന്ത് വേണേലും നടക്കും, അതുകൊണ്ട് ഞങ്ങൾ ഓൺ ചെയ്യാറില്ല. ക്യാമറ മൊബൈൽ ഞങ്ങൾ അകത്ത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. നീ എങ്ങനെയാ കൊണ്ടുവന്നേ? I don't know. അതല്ല, നീ എന്താ മുഖത്തോട്ട് നോക്കി സംസാരിക്കാത്ത? ഞാൻ സെന്റിമെന്റൽ ഇഡിയറ്റാ. ഫീൽ ചെയ്യുന്നവരെ കണ്ട ഞാനും ഫീലായി കരഞ്ഞു പോകും. ഗുഡ് ക്യാരക്ടർ. ചാർമി, ഡ്രിങ്കില് സംതിങ് ഹാപ്പൻ. നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഇതൊക്കെ സാധാരണയല്ലേ? ടേക്ക് ഇറ്റ് ഈസി ചാർമി. വേണമെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ? ആരെ റേപ്പ് ചെയ്തെന്നുള്ള കാര്യത്തിൽ പോലും കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. ഇതേ സിറ്റുവേഷൻ നിന്റെ വൈഫിനും സിസ്റ്ററിനും വരികയാണെങ്കിൽ ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുക്കുമായിരിക്കല്ലേ? ഡ്രിങ്ക് ഡോണ്ട് ഡ്രിങ്ക് ചാർമി, അല്ലെങ്കിൽ തന്നെ നല്ല പൂസില. ഇനിയും അടിച്ചാലേ ബോധം കെടും. നിനക്കിപ്പോ ആവശ്യമുള്ളത് ലെമൺ ജ്യൂസ്. ഡാ, ആ സാധനം തന്നെ ചോദിച്ച് എടുക്ക്. ചാരു, ചാരു, നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര ദുഷ്ടനല്ല. ചാരു, ആ 6 ഞാനല്ല ചെയ്തത്. ആ 6 ഞാനല്ല ചെയ്തത്. ഏതാറ് ചെയ്തില്ലെന്നാ? റേപ്പ് എന്ന് പറയാൻ പിടിച്ചിട്ടാ ഞാൻ 6 പറഞ്ഞത്. അത്രയും വല്ല ഡമ്മയാണ് ഞാൻ. ഇതുപോലത്തെ കാര്യങ്ങളില് ബുദ്ധിയുള്ളവൻ പറ്റിക്കപ്പെടും. നിന്നെ പോലത്തെ മണ്ടനായിരിക്കും വിജയിക്കുക. എന്തിനാ എന്നെ കോണർ ചെയ്യുന്നേ? പബ്ബിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ലേ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? എന്താ എന്നെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക? പബിന്റെ ക്ലോസിംഗ് ടൈം എന്താ? 12 മണി. പബിന്റെ ക്ലോസിംഗ് ടൈം 12. ഡ്രിങ്ക് ചെയ്യുന്നവർക്ക് ഹാഫ് ആൻ അവർ ഗ്രേസ് ടൈം. എന്റെ വാച്ച് 1:15 നിന്നിരിക്കുന്നത്. അതും 1:15 നടന്നിരിക്കുക. ആ സമയത്ത് നിങ്ങളല്ലാതെ ഇവിടെ വേറെ ആരും ഉണ്ടായിരിക്കില്ല. സോ കൺഫേം നീ തന്നെയായിരിക്കും ചെയ്തത്. നിന്റെ അടുത്ത് എന്ത് പ്രൂഫാ ഉള്ളത്? പ്രൂഫ് അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. Everybody's talking all this stuff about me. Why don't they just let me live? I don't need permission, make my own Excuse me. One Bacardi lime, please. Everybody's talking all this. ഇറ്റ്സ് കോംപ്ലിമെന്ററി. ഇതാണ് എന്റെ ലെവൽ. ഇതിൽ കൂടുതൽ പോയാ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയില്ല. നീ എനിക്ക് ഫ്രീ ഡ്രിങ്ക് തന്നില്ലേ? പറയടാ. ഞാൻ നിനക്ക് ഒരു ഡ്രിങ്കും തന്നിട്ടില്ല. നോണ പറയണ്ട. നീ എനിക്ക് 3 പെഗ് തന്നിരുന്നു. ഐ എം ഷ്യൂർ. 3 പെഗും തന്നിട്ടില്ല. നിനക്ക് ഒരു പെഗ്. എന്ത് മൈൻഡിലാണോ തന്നത്? ടെൽ മീ. അതിനു വേണ്ടി. പക്ഷേ ആ 6 ഞാനല്ല ചെയ്തേ. നിനക്കൊരു പെഗ് തന്നിരുന്നു. നീ എങ്ങോട്ടേക്കാ പോയെന്നറിയില്ല. പബ്ബ് ഫുള്ള് ഞാൻ അന്വേഷിച്ചു, നീ ഇല്ലായിരുന്നു. നീ സ്മോക്ക് ചെയ്യില്ല എന്ന് പറയും, പക്ഷെ ചെയ്യും. കുടിക്കില്ല എന്ന് പറയും, കുടിക്കും. നീ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാ. സോറി പറയടാ. എടാ, ക്ഷമിച്ചേക്ക് ചാരു, അറിയാതെ പറ്റിയതാ. അവനെ തന്റെ കാലിലാണോ ചവിട്ടിയെ? ക്ഷമിച്ചു കളയാൻ. എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തവനാ. ഇവനൊക്കെ വെറുതെ വിടരുത്. ഞാൻ മാത്രമാണ് ട്രൈ ചെയ്തത്. ഇവനും ട്രൈ ചെയ്തു.
ചരു സെഞ്ചുറി അടിക്കാൻ പട്ടിനെ പോലെ നിന്റെ പുറകെ വന്നത് ഇവനാ. നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ, നീ അടിച്ച 3 പെഗിൽ 1 ഞാൻ തന്നത്, ബാക്കി 2 ഇവനാ തന്നത്. ഛേ, ഈ വിരലിന് വേണ്ടിയായിരുന്നു ഇത്ര ബിൽഡപ്പ്. അവൻ പേടിച്ചെന്തൊക്കെ പറയുന്നതാ. ബാത്റൂമിൽ വെച്ച് ആദ്യം കണ്ടത്. നീയല്ല എന്നെ റിസീവ് ചെയ്തത്. Everybody's talking all this stuff about me. Why don't they just let me live? I don't need permission, make my own decisions. ഗുഡ് ഈവനിങ് മാം, ക്യാൻ ഐ ഹെൽപ്പ് യു? നോ. അതിനുശേഷം എന്തോ ചോദിച്ചായിരുന്നല്ലോ. എന്തിനാ നീ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്? യു ആർ സോ ബ്യൂട്ടിഫുൾ. സോ വാട്ട്? ഷാൽ വി ഡാൻസ്? മൂടില്ല. നീ എന്നെ ഡാൻസ് കളിക്കാൻ വിളിച്ചില്ലേ? ഫിറ്റ് ആയിരുന്നോണ്ട് ഓർമ്മയില്ല. വിളിച്ചു, പക്ഷെ നീ മൂഡ് ശരിയില്ലെന്ന് പറഞ്ഞു പോയി. അതിനുശേഷം നിന്നെ കണ്ടിട്ടേ ഇല്ല. ആദ്യം കണ്ടില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ മറന്നുപോയിന്ന് പറയുന്നു. എന്താ? യു ആർ ആക്ടിങ്. നീ ആയിരിക്കില്ല ഇത് ചെയ്തത്. ആദ്യം അവൻ, ഇപ്പൊ ഞാന്. അത്രയ്ക്ക് വൃത്തികെട്ടവനൊന്നുമല്ല ഞാൻ, അത് മനസ്സിലാക്കുക. നീയും വൃത്തികെട്ടവനല്ല, അവനും വൃത്തികെട്ടവനല്ല. ആരുടെ കൂടെ കിടന്നേന്ന് അറിയാതിരിക്കുന്ന ഞാനാ വൃത്തികെട്ടവള്. നിങ്ങളെ രണ്ടുപേരിൽ ആരോ ഒരാളാ ഇത് ചെയ്തത്. അതാരാന്ന് പറയൂല്ല. അതറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. കെട്ടിപ്പിടിക്ക. എന്താ പറ്റിയേ? അത്രേ ഉള്ളൂ. ഹേ, ആ 6 ഞാനല്ല ചെയ്തെന്ന് തെളിയിക്കാൻ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. സ്മെല് ചെയ്ത് നോക്കി, കെട്ടിപ്പിടിച്ച് നോക്കി. എന്തുകൊണ്ട് 6 നമുക്ക് ചെയ്ത് നോക്കിക്കൂടാ? ആ സമയത്ത് നിനക്ക് മനസ്സിലാവും ഞാനല്ല ഇത് ചെയ്തതെന്ന്. ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ചെയ്യാന്ന് പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? കെട്ടിപ്പിടിക്ക. ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ? ദാ, അത് നീ പറയണ്ട. കെട്ടിപ്പിടിച്ചിട്ട് ചാരു പറയും. നീ കണ്ടിന്യൂ ചെയ്യ് ചാരു. ഹുസൈൻ, നീ മിസ് ചെയ്തല്ലോടാ. എന്തിനാ എന്നെ തള്ളി മാറ്റിയേ? ഇത്ര ടൈറ്റായി കെട്ടിപ്പിടിച്ചാ എനിക്ക് മൂഡ് വരില്ലേ? അവനെ പോലാണോ? ഡാ, എനിക്ക് വന്നിരുന്നടാ. കൺട്രോൾ ചെയ്തതാടാ. ഡാ, പോലീസ്. എവിടെ പോ? പോലീസിൽ പറയാൻ. പോലീസ് ഒന്നും വേണ്ട. പോലീസ് ഒന്നും മീഡിയ വരും, മീഡിയ ഒന്നും രാഷ്ട്രീയക്കാർ വരും. ഡാ ജോൺ, നീ ടൈമിംഗിൽ റൈമിംഗ് അടിക്കാറില്ലേ? ഇപ്പൊ പറടാ. നീ പോലീസ് പറഞ്ഞാ എനിക്കാ പ്രശ്നം. ഓൾറെഡി എന്റെ പേരിൽ കേസുണ്ട്. ഇപ്പൊ നീയും പോയാ അവരെന്നെ ആയിരിക്കും അകത്തിടുക. എടാ ദ്രോഹി,
നീ അല്ലടാ ഇന്ന് മീഡിയന്നും രാഷ്ട്രീയക്കാരെന്നും വന്ന് അടിക്കുന്ന ലോറിയിലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു പറഞ്ഞത്. എന്ത് കേസ്? എന്റെ കേസിനെ കുറിച്ച് അറിയണോ അതോ പബ്ബിൽ നിന്നെ ആരാ റേപ്പ് ചെയ്തെന്ന് അറിയണോ? പോടാ. പ്ലീസ് ഒന്നും പറയരുത്. ആരും കാണുന്നില്ലല്ലോ. ഹുസൈൻ ഭായ്, സർ, എന്താ സർ താഴേന്ന് വരുന്നത്? ഇൻസ്പെക്ടർക്ക് സാധനം വേണമെന്ന്. സർ, 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 ഇപ്പൊ വേണ്ട സർ. ശനിയാഴ്ച ആയ സ്വർഗലോകമാ, അനുഭവിക്ക്. ആ ചരക്കാരാ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ വഴക്കുണ്ടായി കാണല്ലോ. ഇല്ല സർ. എടാ ഉണങ്ങിയ സാധനത്തിന് തന്നെ നിങ്ങൾ വഴക്കിടും. ഇത് നല്ല ഉശീരൻ ചരക്ക. നിങ്ങൾ വെറുതെ ഇരിക്കോ? യുദ്ധം നടന്നു കാണല്ലോ. കഴിഞ്ഞ ആഴ്ച ആരാ ഓപ്പൺ ബാറ്റ്സ്മാന് നിങ്ങൾ വഴക്കിട്ടില്ലേ? അപ്പൊ ഞാനല്ലേ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്ത് സാബൂത്രി ഇട്ട് നിങ്ങളെ മാച്ച് തുടങ്ങി വെച്ചത്. ഇന്നും ഞാൻ തന്നെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യും. എന്നാ തുടങ്ങിക്കോ. സാബൂത്രി. അവിടെ നല്ലോണം കൺഫ്യൂസ് ആക്കി വെച്ചതാ, എല്ലാം നശിപ്പിച്ചു. ദ്രോഹി. നമ്മുടെ കഥ തീർന്നു. സർ, 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 വരൂ സർ, വരൂ സർ. എന്താ ഭായി ഇന്ന് മാച്ച് ഇല്ലേ? ഒന്ന് വെറുതെ ഇരിക്കും സാറേ. കണ്ണ് കണ്ടോ തോക്ക് പോലെ ഇരിക്കുന്നു. ദൈവമേ. എടാ മോനെ, വയസ്സായ ശേഷം ഇങ്ങനെയുള്ള ചരുക്കളെ കണ്ട എനിക്കെന്നെ എന്നോട് ദേഷ്യം തോന്നുന്നു. എടാ ഈ ജോണ് ഗുളിയൊക്കെ കഴിക്കുന്നില്ലേ, അത് എനിക്ക് ശരിയാവൂ? സർ, ഹാർട്ട് അറ്റാക്ക് വരൂ സർ. ബെഡിൽ സുഖം കിട്ടാൻ ആഗ്രഹിച്ചങ്ങ് ഒറ്റടിക്ക് പോരുത് സർ. അയ്യോ, ലൈനിലുണ്ടോ? ആറുമുഖം ഓൺലൈൻ സാർ. നിങ്ങളിപ്പോ എവിടെയാണ്? സ്പോട്ടിൽ സാർ. ജോണിനെ പിടിച്ചു കഴിഞ്ഞോ? സാറേ, ജോണിനെ പിടിച്ചു. വെരി ഗുഡ്. ബായ്. അതാ. ഓക്കെ ഓക്കെ. സാറേ, നെപ്പോളിയനെയും പിടിച്ചു. സൂപ്പർ 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 സൂപ്പർ, അടിപൊളി. ജോൺ ചെയ്ത തെറ്റെല്ലാം സമ്മതിച്ച് വാക്കുമൂലം എഴുതി സിഗ്നേച്ചർ ഇട്ട് തരാന്ന് പറയുന്നു. ഒരു സിഗ്നേച്ചർ മതിയോ? വേണ്ട. സിഗ്നേച്ചർ വേണ്ടത്ര. പിന്നെ ആരാ ഉള്ളേ? സാറേ, ജോണിന്റെ കസിൻ ബ്രദർ മാർട്ടിൻ ഉണ്ട്. അവനും ഉണ്ട് അവിടെ. എന്നാ അവനെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്തു സാറേ. ഗുഡ് ജോബ്. ആറുമുഖം, അക്യൂസിന് ആവശ്യമുള്ള ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി എല്ലാം അങ്ങ് വാങ്ങിച്ചോണ്ട് വന്നു. ഇത് വലിയ കേസാണ്. എല്ലാം സീക്രട്ട് ഓപ്പറേഷൻ ആയിരിക്കണം. 30 വർഷം സർവീസാ. സീക്രട്ട് ആയിരിക്കും സാറേ. എന്നാ ശരി. സർ, വയർലെസ്സിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോ AC ഒന്നും പറയാറില്ലേ സർ? അതേ അവിടെ വേറെ കോഡ് വേർഡിലായിരിക്കും സംസാരിക്ക. സർ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സിൻസിയർ ആയിട്ട് ലോ ആൻഡ് ഓർഡർ ഫോളോ ചെയ്യുന്ന ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട് സർ. പക്ഷേ സാറാണ് ഒരു ടൈപ്പില് ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്നത്. എടോ, ഞങ്ങളൊക്കെ ഉള്ളോണ്ടാ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. കൈക്കൂലി വാങ്ങിച്ച വായി തോന്നിയൊക്കെ പറയൂ. ചരക്കിനെ വേഗം പറഞ്ഞു വിട്ടോ. ഇൻസ്പെക്ടർ ചെറുപ്പക്കാരനാ. വെള്ളം അടിച്ചാ പോഞ്ഞെത്തും. ഇവിടെ ആരാണ് പാഞ്ഞതെന്നുള്ള കാര്യത്തിലാണ് സർ പ്രശ്നം. ആര് പറഞ്ഞൊന്ന് പിടിയൊന്നും കിട്ടിയില്ലേ? അതെങ്ങനെടാ? ഫുൾ പൂസ്. പൂസോ? ആറുമുഖം, ആറുമുഖം. ഓ, ഇയാളെ കൊണ്ട് നേരം കാര്യമില്ലാതെ. ആറുമുഖം എവിടെയുള്ളത്? സ്പോട്ടിലാണ് സാർ. അക്യൂസ്ഡ് ആരെയും എസ്കേപ്പ് ആയില്ലല്ലോ. ഒരു അക്യൂസ്ഡ് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല സാർ. ആൾ അക്യൂസ്ഡ് അണ്ടർ മൈ കൺട്രോൾ. സൗന്ദര്യമില്ലാത്തവരെ പോലും വെറുതെ വിടില്ലെങ്കിൽ എന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? രണ്ടുപേരും കൂടി ചേർന്ന് തന്നെ ഈ തെറ്റ് ചെയ്തത്. എടി, ഫസ്റ്റ് അവൻ, പിന്നെ ഞാൻ, ഇപ്പൊ രണ്ടുപേരുവോ? ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്താ ഇങ്ങനെയൊക്കെ നടക്കാതിരിക്കൂ. 8 വയസ്സ് കുഞ്ഞുങ്ങൾ തൊട്ട് 80 വയസ്സ് കിളവികൾക്ക് വരെ സംഭവിക്കുന്നുണ്ട്. അവരൊക്കെ എന്താ മോഡേൺ ആയിട്ട് ഡ്രസ് ചെയ്തിട്ടാ? നീ എന്തോ പ്ലേ ചെയ്യാ. ശരിക്കും അങ്ങനെ നടന്നോ നിനക്ക്? എന്റെ ലൈഫിലെ ബിഗ് ഡ്രീം എന്ന് വിചാരിച്ച ആ കാര്യം ഫസ്റ്റ് ടൈം സംഭവിച്ചപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അറപ്പായിരുന്നു, വോമിറ്റിംഗ് സെൻസ്. ഇതിന് ശേഷം അത് ആരാന്ന് അറിയണമെങ്കിൽ നിങ്ങളെ സത്യം പറയാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ നിങ്ങളെ വിടില്ല. പ്ലേ ചെയ്യാന്നല്ല പറഞ്ഞത്, അത് നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? വാ, ഹോസ്പിറ്റലിൽ പോ. സൂപ്പർടാ. വാ പോവാം, വാ പോവാം. വാ പോ. പോവാം. ഹേ, 1 മിനിറ്റ്.
ഒരു പക്ഷെ ബോധമില്ലാതെ ഞാൻ ആ 6 ചെയ്തെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും പെടും. പിന്നെ നീ പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് എനിക്ക് തൂക്കും വരാ. ഹോസ്പിറ്റലൊന്നും വേണ്ട, നമുക്ക് ഡോക്ടറെ ഇങ്ങോട്ട് വരുത്താം. ഇങ്ങോട്ട് വരുവാടാ. ഞാൻ വരുത്തിക്കാം. നീ പറഞ്ഞ സത്യമാണെന്ന് 10 മിനിറ്റിനും അറിയാം. അത് കഴിഞ്ഞ് നിനക്ക് വെച്ചിട്ടുണ്ട്. ഡോക്ടർ വന്നു. ഓ, ഹലോ ഡോക്ടർ. Hi Hussein, how are you? യാ ഫൈൻ ഡോക്ടർ, പ്ലീസ് കം. ജസ്റ്റ് 1 minute ഡോക്ടർ, ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ ഇപ്പൊ വരാം. Okay, yeah. ഡോക്ടർ പ്ലീസ്. Thank you. What's the problem, Hussein? ഈ സംഭവം പുറത്തിറങ്ങിയ പിന്നെ ഞങ്ങളുടെ ലൈഫ് തന്നെ ട്രാജഡിയാ. അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടാ ഞങ്ങളോട് പ്ലേ ചെയ്യുന്നത്. ശരിക്കും ആ 6 സംഭവിച്ചില്ലോ ഞങ്ങൾക്ക് അറിയണം. പ്ലീസ് ഡോക്ടർ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും ഡോക്ടർ. ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക. Hussein, I'm a psychiatrist. മെന്റൽ ഡോക്ടറോ? സൈക്കാട്രിസ്റ്റ് എന്തിനാ വിളിച്ചോണ്ട് വന്നേ? എനിക്ക് തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഡോക്ടർ ഡോക്ടർ ഡോക്ടർ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കില്ല നിങ്ങൾ ഡോക്ടർ ആയത്. പ്ലീസ് ഹെൽപ്പ് മീ ഡോക്ടർ. Hussein, this is a criminal case. പോലീസും കോടതി വഴി എന്റെ കരിയർ സ്പോയിൽ ആവും. പുറത്തിറങ്ങിയാലല്ലോ ഡോക്ടർ. അവളുടെ സമ്മതത്തോടെ നിങ്ങൾ ഇവിടെ വരുത്തിച്ചത്. അങ്ങനെ പെട്ടുപോയാലും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പ്ലീസ് ഡോക്ടർ, ഞങ്ങൾ വിശ്വസിക്കൂ. യു ക്യാൻ ഡു ഇറ്റ്. Yeah, okay. ഹോ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. കൺഗ്രാചുലേഷൻസ്. ചെക്ക് ചെയ്യൂ ഡോക്ടർ, വേഗം ചെക്ക് ചെയ്യൂ. Hussein, I need the room. റൂം ആ, നിങ്ങൾ ജോണിന്റെ റൂം യൂസ് ചെയ്തോളൂ. No, അത് ശരിയാവില്ല. അവിടെ മൊത്തം ഡസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്തോ, ഞങ്ങൾ റൂമിൽ പോയി വെയിറ്റ് Okay. ചെയ്യാം. നടക്കടാ, പോടാ. ഡോക്ടർ പതുക്കെ സാവധാനം ചെക്ക് ചെയ്താൽ മതി. Hussein, go. സോറി 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 സോറി. Go. Oof, God. Come. Lie down. അവള് പറഞ്ഞത് സത്യ. ഷീ ഹാസ് ബീൻ റേപ്ഡ്. അവൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. I don't want any treatment. I just want to know. എനിക്ക് ആരാന്ന് അറിയണം ഡോക്ടർ. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും ഇവര് രണ്ടുപേരും എന്നെ കൺഫ്യൂസ് ചെയ്യുക. പക്ഷെ അത് നിങ്ങളോട് പറ്റില്ല. ബിക്കോസ് യു ആർ എ സൈക്കാട്രിസ്റ്റ്. ആരാ നുണ പറയുന്ന സത്യം പറയുന്നെന്ന് നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് പറയാൻ പറ്റും. എനിക്ക് ആരാന്ന് അറിയണം ഡോക്ടർ. പ്ലീസ് ഡോക്ടർ, ഹെൽപ്പ് മീ. I can understand her feelings. So, please cooperate with me. Hussein? ആരാത് ഡോക്ടർ? നിങ്ങളെന്നെ മെസ്മറൈസ് ചെയ്ത് കളഞ്ഞോ? എന്റെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും നിങ്ങൾ പറയാൻ പോവാ? വേണ്ട ഡോക്ടർ, എന്റെ ലൈഫിൽ സംഭവിച്ചതൊക്കെ വേസ്റ്റ് മാറ്ററാ. Hussein, I don't want to know about you. നീ ജോണിനെ കുറിച്ച് പറ. ആ ജോൺ, ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാ ജോൺ അല്ലേ?
എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ജോൺ കുടിക്കാറുണ്ടോ? ജ്യൂസ് പോലെ അവൻ നല്ലോണം ആസ്വദിച്ച് കുടിക്കും ഡോക്ടർ. ഡ്രിങ്ക്സ് കഴിക്കാത്തപ്പോ എപ്പോഴെങ്കിലും എമോഷണൽ ആയിട്ടുണ്ടോ? എന്നെ ചെറുക്കം കാണാൻ വരുന്നു പറഞ്ഞ് നാട്ടിൽ നിന്ന് അമ്മ വിളിച്ച് വരാൻ പറഞ്ഞു. ഇന്ന് 1 മണിക്ക് എന്താ ചെയ്തേ? ജോണിന്റെ അടുത്താ സംസാരിച്ചിരുന്നത്. ഓക്കെ, അമ്മ വരാൻ പറഞ്ഞു. നെക്സ്റ്റ്. ജോണും ഞാനും ബസ്സിൽ പോയി. അവൻ എന്നോടൊരു ക്വാർട്ടർ ചോദിച്ചു. കാശില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാശുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. കാശില്ലാത്തവണ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നവൻ ചോദിച്ചു. ബസ്സിലില്ല എല്ലാരും എന്നെ നോക്കി. നാണം കെട്ടുപോയി. നിങ്ങൾക്കൊരു കാര്യം അറിയോ ഡോക്ടർ? പബ്ബിലൊരു ചെറുക്കനുണ്ടായിരുന്നു. അവന് TB. മറ്റുള്ളവർക്ക് ഈ അസുഖം വരുന്നു പേടിച്ച് ആരും അവനെ അടുപ്പിച്ചില്ല. ആ കാര്യങ്ങളെ കുറിച്ചൊന്നും അവനൊന്നും ആലോചിക്കാതെ 6 മാസം അവന്റെ കൂടെ തന്നെ താമസിപ്പിച്ച് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് അവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇന്ന് വരെ ആ കാര്യത്തിനെ കുറിച്ച് അവൻ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. എന്റെ മച്ചു ജെന്യൂൺ ആണ് ഡോക്ടർ. ഓക്കെ, യു ക്യാൻ ഗോ നൗ. എന്റെ സ്കോർ എത്ര ഡോക്ടർ? സ്കോർ പോലും പറയാനറിയാത്ത ജഡ്ജ്. എന്താ ചെയ്യുന്നത് ജോൺ? ഇതുപോലെ ചെയ്ത ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഷാൽ വി ടോക്ക്? നിങ്ങളുടെ ഫ്രണ്ട് ഹുസൈനെ കുറിച്ച് പറയൂ. ഫ്രണ്ട് അല്ല, ജസ്റ്റ് വർക്ക് ചെയ്യുക കൂടെ. എന്താ ജോൺ, ഡിസ്റ്റർബ്ഡ് ആണോ? വേർക്കുന്നു. AC വർക്കാവുന്നില്ല. ഹുസൈൻ കുടിക്കാറുണ്ടോ? ഓസിന് കുടിക്കും, ഒളിച്ചിരുന്ന് കുടിക്കും. എപ്പോ നോക്കിയാലും കാതിൽ ഹെഡ്ഫോൺ ഇട്ടുകൊണ്ട് കണ്ട അവളുമാരോട് സംസാരിച്ചോണ്ടേയിരിക്കും. ഒരു തവണ മിസ്ഡ് കാൾ വന്നെനിക്ക്. ഇന്ന് 1 മണിക്ക് എന്താ ചെയ്ത ജോൺ? ഉറങ്ങി. വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയോ ജോൺ? ഇല്ല. ഓക്കെ, If you don't mind, I will go for fresh up and come. Then we will talk. ഷ്യൂർ. Thank you, doctor. നോ പ്രോബ്ലം ജോൺ. ഐസ് ക്യൂബ് എടുത്തു. ഞാൻ കളഞ്ഞോളാം. ജോൺ, പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടോ? ആളങ്ങ് ഫ്രഷ് ആയല്ലോ. It's my stop walking. ആഹാ. എന്റെ വൈഫിനെ ഞാൻ പ്രേമിച്ച കല്യാണം കഴിച്ചത്. അവള് ഗോഡ് തന്ന ഗിഫ്റ്റാ. ജോൺ, ഞാൻ നിങ്ങളുടെ വൈഫിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഹുസൈനെ കുറിച്ച് ചോദിക്കുന്നത്. ഓ, ഹുസൈൻ ഗുഡ് ഫ്രണ്ട്. ലൈറ്റ് ആയിട്ട് കുടിക്കൂ. 3 വിഷയത്തിൽ മാരേജ് കഴിഞ്ഞാ ശരിയാവും. Is it over? ഓവർ. Okay. യു ആർ റൈറ്റ് ചാർമി. ഇത് ചെയ്തിരിക്കാൻ 2 പേർക്കും ചാൻസസ് ഉണ്ട്. എടി ദുഷ്ടേ. ബട്ട് ഹുസൈനേക്കാളും ജോണിനാണ് സാധ്യത കൂടുതൽ. ബിക്കോസ് ജോൺ ഈസ് എ ഡ്രിങ്കർ.
ഇഞ്ചക്ഷൻ ഇടുമ്പോ തന്നെ അറിയായിരുന്നു. There was no medicine. It was just distilled water. ബിസ്ലറി വാട്ടറോ? ഡോക്ടറിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ജസ്റ്റ് എൻജോയ്മെന്റിന് വേണ്ടി. ഐ എം നോട്ട് എ ഡ്രിങ്കർ. നോ ജോൺ, ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുകയാണ്. നീ ലിപ്സ് നനച്ചോണ്ടേയിരുന്നു. നിന്റെ ബോഡിയിലുള്ള ആൽക്കഹോളിന്റെ എഫക്റ്റ് ആണ് അതിന് കാരണം. നീ എന്റെ കണ്ണിൽ നോക്കി സംസാരിച്ചില്ല. നിന്റെ ഉള്ളിൽ വിറയലുണ്ടായി. തിക്കി തിക്കിയായിരുന്നു സംസാരിച്ചത്. ഇതെല്ലാം തന്നെ ആൽക്കഹോളിന് അഡിക്റ്റ് ആയവർക്ക് മാത്രമേ ഉണ്ടാവൂ. മെഡിക്കൽ സയൻസ് പ്രകാരം നീ ഡ്രിങ്ക്സില് 3rd സ്റ്റേജിലാണുള്ളത്. എപ്പോഴെങ്കിലും കുടിക്കുന്നവര് 1st സ്റ്റേജ്, 2nd സ്റ്റേജ് റാഷണലൈസേഷൻ. ആ സ്റ്റേജിലുള്ള ആൾക്കാരെ നൈറ്റ് ഡ്രിങ്കർ എന്ന് പറയും. നൈറ്റ് ആയ കുടിച്ചേ പറ്റൂ. അതിനു വേണ്ടി ഉച്ചയ്ക്ക് 2 മണി മുതൽ മൈൻഡ് സെറ്റഡ് ആയിരിക്കും. നീ ഇപ്പോ ഉള്ള 3rd സ്റ്റേജിലുള്ള ആൾക്കാര് എനി ടൈം കുടിച്ചുകൊണ്ടേയിരിക്കും. കുടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നോർമൽ ആയിട്ട് ഉണ്ടാവാൻ പറ്റൂ. അല്ലെങ്കിൽ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. ആവശ്യമില്ലാതെ ദേഷ്യപ്പെടും. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഫിക്സ് വരും. ചെവിക്കുള്ളിൽ ആരോ സംസാരിക്കുന്നത് പോലെയുള്ള സൗണ്ട് കേൾക്കും. അതിന്റെ പേര് ഓഡിറ്ററി ഹാലുസിനേഷൻ. ഞാനൊന്ന് ചോദിച്ചപ്പോ നീ വേറെന്തോ ഉത്തരം പറഞ്ഞു. അതിന്റെ പേര് കോസ് ഓഫ് സൈക്കോളജിസ്റ്റ്. നിന്റെ വലത് തോളിൽ നീ പിടിച്ചോണ്ടേയിരിക്കുന്നു. അതിന്റെ പേര് ഹണിമൂൺ പോൾസി. കുടിച്ചു കഴിഞ്ഞ ഫോണിൽ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പേര് ടെലിഫോൺ സ്കാറ്റലോജിയ. ഡോക്ടർ, ഞാൻ കുറച്ചേ കുടിക്കാറുള്ളൂ. ഒരു ക്വാർട്ടർ, ഒരു കട്ടിങ്. കുറച്ചു കുടിച്ചാലും വിഷം തന്നെയാ. അതിനേക്കാളും കുറവകത്ത് കയറില്ലല്ലോ. ഇതിൽ എക്സ്ട്രീം ഒന്നുണ്ട്. ഹൈ റിസ്ക് സെക്ഷൽ ബിഹേവിയർ പേഴ്സൺ. ഇത് 3rd സ്റ്റേജിൽ ഉണ്ടാവുന്ന പ്രോബ്ലമാ. നീ എത്ര കുടിച്ചാലും ലഹരി കേറുകയില്ല. നിന്റെ തലച്ചോറിൽ മറ്റെന്തോ കേറും. കാമം. അതിനുവേണ്ടി നീ എക്സ്ട്രീം വരെ പോവും. സോ ഇത് നീ ചെയ്തിരിക്കാനാണ് സാധ്യത കൂടുതൽ. ദൈവം ഒരാളെ സെലക്ട് ചെയ്ത് ഒരു മുറിയിൽ ഒരു കുഞ്ഞ്, ഒരു 20 വയസ്സുള്ള പെൺകുട്ടി, ഒരു ഫുൾ ബോട്ടിൽ ഡ്രിങ്ക്സ്, ഈ 3-ൽ ഒരു തെറ്റ് നീ ചെയ്യാമെന്ന് അവനോട് പറഞ്ഞു. ഒന്ന്, ആ കുഞ്ഞിനെ കൊല്ലണം, അല്ലെങ്കിൽ പെൺകുട്ടിയെ റേപ്പ് ചെയ്യ്, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കാൻ പറഞ്ഞു. ഇവൻ കുഞ്ഞിനെ കൊല്ലുന്നത് പാപമാണെങ്കിൽ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നത് അതിലും വലിയ പാപമാണ്. സോ ഡ്രിങ്ക്സ് എടുത്ത് അടിച്ചു കളഞ്ഞു. ലഹരി തലയ്ക്ക് പിടിച്ചപ്പോ കാമം പുറത്തേക്ക് വന്നു. സോ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. കുഞ്ഞ് ഡിസ്റ്റർബ്ഡ് ആണെന്നും പറഞ്ഞ് കഴുത്ത് ഞെരിച്ചു കൊന്നു. കുടിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമായിരുന്നു. കുടിച്ചത് കാരണം 3 തെറ്റും ചെയ്തു. കുടി അത്രയും ക്രൂരമാണെന്ന് ദൈവം പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുക. ഗോഡ് എന്താ സൈക്കോ ആണോ? ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയാലോ. കണ്ട് രസിക്കുവാണോ? കുടിച്ച ആരുടെയെങ്കിലും കൈ കയറി പിടിക്കും. ഭാര്യയൊന്നും മോളം നോക്കാതെ അവരോട് കിടക്കും. അങ്ങനെയല്ലേ? ഓഫ് കോഴ്സ് ഇന്ന് സൊസൈറ്റിയിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എപ്പോഴും ലഹരിയിലായതുകൊണ്ട് ലോകം എന്താന്ന് അറിയുന്നില്ല. എന്തിന് ഇന്ത്യയെ തന്നെ പിടിച്ചുലുക്കിയ ടെലി മെഡിക്കൽ സ്റ്റുഡന്റ് റേപ്പ്. 6 ഈവിൽ ഡ്രിങ്കേഴ്സ് ആണത് ചെയ്തത്. ഡു യു നോ ദാറ്റ്? റൗഡികൾ ആരെയെങ്കിലും മർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുടിച്ചാലേ അവർക്ക് ധൈര്യം കിട്ടും. ഒരു കുത്താൻ പേടിക്കുന്നവൻ 10 കുത്തുന്നുണ്ട്. ഇന്ത്യയിൽ, കേരളത്തിലാണ് ആക്സിഡന്റ്സ് കൂടുതൽ. ഡ്രങ്കൻ ഡ്രൈവ്. സോ ഇന്ന് സൊസൈറ്റിയിൽ നടക്കുന്ന 75% കുറ്റങ്ങൾക്ക് ഡ്രിങ്ക്സ് ആണ് കാരണം. കുടിയന്മാരൊക്കെ ക്രിമിനൽസ്, റേപ്പിസ്റ്റ്. ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവര്. അങ്ങനെയല്ലേ? കുടിക്കുന്നവരെല്ലാം തെറ്റായവരല്ല. നടന്ന കുറ്റങ്ങളിൽ 75% കുടിച്ചവരാണ് കാരണമായിരുന്നത്. ലഹരിയാണ് അത് ചെയ്യിച്ചത്. നിന്നെയും തെറ്റ് ചെയ്യിപ്പിച്ചിരിക്കാം. എന്താ ലഹരി എന്ന് പറയുന്നത്? ആരാ കുടിക്കാത്തവര്? അല്ല, നിങ്ങൾ ലഹരിയിലല്ലേ? മെഡിക്കലിൽ എത്രയോ ഡിപ്പാർട്ട്മെന്റ് ഉള്ളപ്പോ സൈക്യാട്രിസ്റ്റ് ആവണമെന്ന് എന്തിനാ തീരുമാനിച്ച? മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ള ആ ലഹരിയിലല്ലേ? ചില ആൾക്കാര് കുഞ്ഞുങ്ങളെ റോഡിൽ വെച്ച് കാണുമ്പോ പൊന്നുമോള്, ചെല്ലക്കുട്ടി എന്നൊക്കെ കൊഞ്ചാറില്ലേ? അതും ഒരു ലഹരി തന്നെയാ. മെഡിക്കലിലുള്ള എല്ലാ ഡ്രഗ്സിനും ലഹരിയുണ്ട്. ഇവിടെ ലഹരി ഇല്ലാത്തതായി ഒന്നുമില്ല. എന്തിന്? ഈ ലോകം തന്നെ ഷേക്കിലാ നീങ്ങുന്നത്. ഞാൻ കുടിച്ച തെറ്റാണോ? 6 months ബിഫോർ ഒരു ചെറിയ ആക്സിഡന്റ്. ഡോക്ടറാണ് ലൈറ്റായിട്ട് കുടിക്കാൻ പറഞ്ഞത്. ഏത് ഡോക്ടറാ പറഞ്ഞത് ജോൺ? ഒരുപാട് വെള്ളം കുടിക്ക്, ഒരു ക്വാർട്ടർ വാങ്ങി 4 റൗണ്ട് അടിക്ക്, മാതളം ജ്യൂസ് കുടിക്ക്, പ്രോബ്ലമേ വരില്ലെന്ന്. ഏത് ഡോക്ടറാ പറഞ്ഞത്? ഐ എം 100% ഷുവർ യു ആർ എ ഡ്രിങ്കർ. അല്ല, ഞാൻ ഡ്രിങ്കർ അല്ല. നീ ഡ്രിങ്കർ ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. 1 hour, 1 മണിക്കൂറെങ്കിലും കുടിക്കാതിരിക്കും. ഞാൻ പറഞ്ഞതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ വിശ്വസിക്കാം. യു ആർ നോട്ട് എ ഡ്രിങ്കർ. 1 hour എന്തിന്? ഒരു ദിവസം മുഴുവനും കുടിക്കാതിരിക്കാം. ഒരു ദിവസമൊന്നും വേണ്ട, 1 മണിക്കൂർ മതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓൾ ദി ബെസ്റ്റ് ഡാ.
എന്താടാ എന്താടാ വിളിച്ചായിരുന്നോ? ആ ആ സൈഡിലിരുന്നോടാ. ഫ്രഷപ്പ് ആയിട്ട് വരട്ടെ. റെസ്റ്റും വരെ ഒന്ന് പോട്ടെ. നിങ്ങൾ വേണേ കൂടെ വന്നോ? നോ ജോൺ. എന്തിനാടാ? അല്ല, ഞാൻ ഡ്രിങ്കർ അല്ലെന്ന് നിങ്ങളോട് എന്തിനു പ്രൂവ് ചെയ്യണം? ആരാ നീ? ഞാൻ കുടിക്കും. ഓവർ. ജോൺ, നീ ഇത് ചെയ്തിട്ടില്ല. നിനക്കുള്ളിലെ ആൽക്കഹോൾ റേപ്പ് ചെയ്യിപ്പിച്ചതാവും. നിന്നെ കൊണ്ട് കുടിക്കാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് യു ആർ എ ഡ്രിങ്കർ. മര്യാദക്ക് വെക്കോ, ഇല്ലെങ്കിൽ കൊന്നുകളി. നീ കൊല്ലില്ല, നിനക്കുള്ളിലെ ആൽക്കഹോൾ കൊല്ലിപ്പിക്കും. പ്ലീസ് ഡോക്ടർ, പൊയ്ക്കോളൂ. ഡോക്ടർ പ്ലീസ്, ഡോക്ടർ പ്ലീസ്. ഓക്കെ ഓക്കെ. ഐ എം സോറി. നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. പ്ലീസ് ടേക്ക് ലീഗൽ ആക്ഷൻ. ലുക്ക് ജോൺ, നീ ചെയ്യുന്നത് ആർക്കും അറിയില്ലെന്ന് വിചാരിക്കരുത്. അടിമേടിക്കാതെ നീ ഇവിടുന്ന് പോവില്ല. പ്ലീസ് ഡോക്ടർ, പൊയ്ക്കോളൂ. അവൻ എന്തെങ്കിലും കടങ്കൈ ചെയ്യും. ഡോക്ടർ പ്ലീസ് പോകൂ. നിനക്കൊന്നും വിവരമില്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഡോക്ടറോടാണ് അടിക്കും കൊല്ലുന്നൊക്കെ പറയുന്നേ. ഡോക്ടറെ നിർത്തി സോൾവ് ചെയ്യാന്ന് വെച്ചാ നീ നശിപ്പിച്ചില്ലടാ മെന്റൽ. ആരാടാ മെന്റല്? എല്ലാം നീ ചെയ്തിട്ട് അഭിനയിക്കുവാനോടാ. ബാത്റൂമിൽ ചെയ്തിട്ട് ഉറങ്ങുന്നവനെ വിളിക്കും, പോലീസിനും ഫോൺ ചെയ്യും. ഹോസ്പിറ്റലിൽ പോയാൽ കൊടുങ്ങുമെന്ന് കരുതി നിനക്ക് പരിചയമുള്ള ഡോക്ടർ ഇവിടെ വിളിച്ചു വരുത്തും. കൊള്ളാവടാ. അവളാണെങ്കിൽ പറയാ ജോൺ ഈസ് ഡ്രിങ്കർ. എന്റെ മൈനസ് ഒക്കെ പ്ലസ് ആക്കി എന്നെ കൊടുക്കാനുള്ള പ്ലാൻ ആണല്ലേ? ഞാൻ നിന്റെ ഫ്രണ്ടാടാ. വൃത്തികെട്ടവനെ. അതേടാ, നിന്റെ ശല്യം സഹിക്കാതെ ഒരു രാത്രി മുഴുവനും നിന്റെ ഭാര്യനെ എന്റെ വീട്ടിൽ താമസിപ്പിച്ചില്ലേ? അപ്പൊ ഞാൻ വൃത്തികെട്ടവൻ തന്നെയാ. എടാ, എന്റെ വൈഫിനെ നീ മോശമായിട്ട് പറഞ്ഞു.
സോറിടാ, വാ. ഡാ, എടുക്കടാ. സൂപ്പർ ഡ്രാമ. നിങ്ങൾ രണ്ടുപേരും തല്ലുകൂടും, ഞാൻ കാരണം ബെസ്റ്റ് ഫ്രണ്ട്സ് പിരിഞ്ഞു പോയി. ഇതിന്റെ ഇടയിൽ എന്റെ പ്രശ്നം കൊണ്ട് ഇടണമെന്ന് ഓർത്ത് ഞാൻ തന്നെ ഇവിടുന്ന് പോണം. അതല്ലേ നിങ്ങളുടെ പ്ലാൻ? ഒരു മണ്ണും നടക്കില്ല. അത് ചെയ്തത് ഏതവനാന്ന് അറിയാതെ ഇവിടുന്ന്. അവനുമല്ല ഞാനുമല്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്തോ. ഞാൻ പോലീസെ പറയാൻ പോവാ. എവിടെ വേണേലും പോ. പണം കൊടുത്ത രക്ഷിക്കാൻ 1000 പേരുണ്ടാവും. എന്താ ആലോചിക്കുന്നത്? ഞാൻ പോലീസ് പറഞ്ഞ 2 മാസം കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരും. ജോളിയായിട്ട് കുടിച്ച് കറങ്ങി നടക്കും. ഞാൻ മാത്രം നാണം കെട്ട് റൂമിൽ അടഞ്ഞു കിടക്കും. ഇത് എനിക്ക് നേർക്കുണ്ടായ സെക്സ് അബ്യൂസാ. അതാരാന്ന് കണ്ടുപിടിച്ച് ഞാൻ വേണം പനിഷ് ചെയ്യാൻ, പോലീസല്ല. ഇതിന് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ എനിക്ക് 10 മിനിറ്റ് സമയം തന്നു. നിങ്ങൾക്ക് ഞാൻ 15 മിനിറ്റ് സമയം തരാം. ആരാന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഒരാളെ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ 2 പേരെയും ഷൂട്ട് ചെയ്യും. ഇറ്റ്സ് യുവർ ഡിസിഷൻ. Time over. Yeah, Charu, please. Don't shoot, please, Charu, please, no. നിന്നോട് ഞാൻ എത്ര കെഞ്ചിയതാ, കേട്ടില്ലല്ലോ നീ. നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ ഇല്ലാതാക്കി. എന്റെ സന്തോഷത്തിന് വേണ്ടി നീ ചാവണം. നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തോന്നല്ലേ നീ പറഞ്ഞത്? പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ. മരണപ്പേടി അവന്റെ മുഖത്ത് അറിയുന്നുണ്ട്. ഹലോ. വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. വരാന്ന് പറഞ്ഞ വരില്ലേ? ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. വെള്ളടിച്ചിട്ടുണ്ടല്ലേ? എന്തോ പ്രശ്നമുണ്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട, ഞാൻ വന്നോളാം. വേഗം വന്നേക്കടാ. ഈ വൈബ്രേഷനിലും സ്റ്റഡി ആയിട്ടാണല്ലോ കുടിക്കുന്നത്. കുടിച്ചു കുടിച്ചു വന്ന് ശരീരം തന്നെ നശിപ്പിച്ചു. നമ്മുടെയൊക്കെ ബോഡി നല്ല സ്ട്രോങ്ങാ. എന്താടാ ഇങ്ങനെ വിറയ്ക്കുന്നത്? കുറച്ചു കുടിച്ചാലും വിഷം വിഷം തന്നെയാ. വർക്കൗട്ട് ആകുന്നാ തോന്നുന്നേ. എടാ, കാലും വിറയ്ക്കുന്നുണ്ടല്ലോ. ഒരു കോട്ടറും കട്ടിങ്ങും ഫുൾ ബോഡി ഇളക്കാണല്ലോ. അല്ല, ഇവനെന്താ ചെയ്യുന്നേ? ഇവനെന്താ ഛർദിക്കാൻ പോവാണോ? വേദനിക്കുന്നുണ്ടോ? ലിവർ എവിടെയാ, കിഡ്നി എവിടെയാ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഷോ, കരളാണോ നശിച്ചത് കുടലാണോ നശിച്ചതെന്ന് ആർക്കറിയാം. ആദ്യം ചെന്ന് ബോഡി ചെക്ക് ചെയ്യണം. ഇതിൽ എക്സ്ട്രീം ഒന്നുണ്ട്. ഹൈ റിസ്ക് സെക്ഷുവൽ ബിഹേവിയർ പേഴ്സൺ. കാമം തലയ്ക്ക് പിടിച്ച് കറങ്ങുന്നു.
ഇവളെ കണ്ടിട്ട് വലിയ മൂടൊന്നും വരുന്നില്ല. ഒരുപക്ഷെ കുടിച്ചു കുടിച്ച് അതും നഷ്ടപ്പെട്ടോ. ചെവിക്കകത്ത് ആരോ സംസാരിക്കുന്നത് പോലെ സൗണ്ട് കേൾക്കും. നമുക്കതൊന്നും കേൾക്കുന്നില്ല. ആഹാ, അതും കേൾക്കുന്നുണ്ടല്ലോ. അല്ല, എന്തായാലും കേട്ടു തുടങ്ങി. ഒരു AR റഹ്മാന്റെ സോങ് എങ്കിലും കേട്ടൂടെ? താങ്ക്സ് അല്ല. ഡാ ഫോൺ അടിക്കുന്നടാ പൊട്ട. ആരാടാ? ജോണിന്റെ മാമൻ. അല്ലല്ല, എന്റെ മാമനാ. ആ? നിങ്ങൾക്കും അദ്ദേഹം മാമനാ? അയ്യോ, നമ്മുടെ എല്ലാവരുടെയും മാമനാ. ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടെ. മാമൻ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് പറയാനുണ്ടാവും. ഇടടാ. പറഞ്ഞാലും മനസ്സിലാവില്ല. മാമ എന്താണോ ചെയ്യുന്നേ? ഫോൺ ഓഫ് ചെയ്ത് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് ചെയ്യാ. വിട്ടിത്തെ വിളിച്ച് പറയാതറാ. ഒരു സൈഡ് നായി കടിക്കാൻ വരുന്നു, മറ്റേ സൈഡാണ് പോലീസും. വാതില് തുറക്കടാ. മാമൻ പുറത്തുണ്ട്. അവൻ അവിടെ തന്നെ പറഞ്ഞു വിട്ടേക്ക്. ഓക്കെ. പോടൂ, ഇവിടെ പ്രശ്നമായിട്ടിരിക്കുക. പോയിട്ട് പിന്നെ വാ. പോ, ഒന്ന് പോ. നിങ്ങളുടെ നല്ലതിനെ പറഞ്ഞ ഒന്ന് പോടോ. പോവാനല്ലേ പറഞ്ഞേ? പോടോ. പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഒന്ന് പോടോ. ഇതുകൊണ്ടാണോ അകത്തേക്ക് വിടാഞ്ഞത്? എടാ, നീ തീർത്ത് കാണുമല്ലോ. എടോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയാം. എടോ, എന്നെ പുകഴ്ത്തിയത് മതി. ഇനി ജോണെ പുകഴ്ത്ത്. ഇവനൊരു ടൈപ്പാണെങ്കിൽ അവനൊരു ടൈപ്പാണ്. പാൽച്ചേട്ടനാ, കേരളത്തിന്നാ. പറയൂ ചേട്ടാ. അവിടെ മൈനയുണ്ടോ? മൈനയൊക്കെ കൂട്ടിൽ അടച്ചു ചേട്ടാ. എന്താ അടച്ചോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? മയിലൊന്നും ഉണ്ട് ചേട്ടാ, ഫ്രഷ് പീസാണ്. അയച്ചിട്ട് സംസാരിക്കണ കോപ്പേ. മയിലേ, മെയിൽ അയക്കാൻ ഒരു പോസ് തന്നേ. ചേട്ടൻ ഈ മെയിൽ കണ്ടാലേ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നേ. നമുക്ക് രണ്ടുപേർക്കും സ്വർഗത്തിലോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. മാമാ, താൻ ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെ എത്തും. പോടാ കോപ്പേ. ഇതിനേക്കാളും പാൽച്ചേട്ടന്റെ വലിയതാണ്. കാണിക്കാട്ടോ. കഥ തീർന്നു. എടാ, എവിടുന്ന് പിടിച്ചോണ്ട് വന്നതാടാ ഇവള്? പൊട്ടിക്കുന്നു. എന്റെ അമ്മോ. ഓ, ഡാ പൊട്ടിക്കാൻ പോവാണോ മയിലേ? പുറത്ത് പറയോ നീ? ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ഒന്നും കണ്ടിട്ടുമില്ല. പോടാ അവിടുന്ന്. രക്ഷപ്പെട്ടു. പാൽച്ചേട്ടൻ വിളിക്കുന്നു. എന്താ പറയണ്ടേ? അവന്റെ ഒരു പാൽച്ചേട്ടനും പൂൽച്ചേട്ടനും. എന്റെ അമ്മേ, എന്നെ രക്ഷിക്കണേ. ആഗ്രഹിച്ചതുകൊണ്ട് എന്റെ വാപ്പയോട് പറഞ്ഞ് ഫോറിൻ ഈത്തപ്പഴത്തിന്റെ ചാരായം എത്തിച്ചു തന്നതല്ലേ. റംസാന് എന്റെ ഫ്രണ്ട് റഹ്മത്ത് തന്ന മട്ടൻ ബിരിയാണിയും ബക്രീദിന് അവൻ തന്ന ഒട്ടക ബിരിയാണിയും ഞാൻ കഴിക്കാതെ നിനക്ക് സന്തോഷത്തോടെ തന്നതല്ലടാ. ആ ഒരു ചെറിയ നന്ദി ഉണ്ടെങ്കിൽ ഒന്ന് സമ്മതിക്കടാ. നീ ഓസിന് കുടിച്ചതും പെണ്ണുങ്ങളുടെ അടുത്ത് വെറുതെ പോയതെന്ന് ഞാൻ പറഞ്ഞു കാണിക്കില്ല. നീ ഒറ്റത്തടിയല്ലേ, എനിക്കെന്റെ ഭാര്യ ഉണ്ടാ. നീ കാരണം ഞാനും മരിക്കൂടാ. സമ്മതിച്ചേക്ക്. ജോൺ, ആരാത്? ആരാന്ന്?
പീറ്റർ ഫ്രം CBI. CBI-യോ? ക്രൈം ബ്രാഞ്ച്. പിച്ചക്കാരനെ പോലെ ഉണ്ടല്ലോ. വേഷം മാറി വന്നിരിക്കുക. വൈറ്റിൽ വഴി ആഫ്രിക്കയിലേക്ക് ആയുധം കടത്തുന്നില്ലേ, അത് കണ്ടുപിടിക്കാനുള്ള അണ്ടർ കവർ ഓപ്പറേഷനിലാ. ഇവൻ എന്താ സിംഗം 2ന്റെ കഥ പറയുന്നത്? അപ്പൊ പിന്നെ അവന്റെ പേര് ദൊരസിംഗം എന്നാ? അല്ല, പേര് പീറ്റർ തന്നെയാ. CBI. Akimiki Kakio. Akimiki Kakio. Akimiki Kakio yo yo. Yo 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 yo. Mr. John, come on man. I am hungry. Please, I want one peg drink. CBI ചോദിക്കുന്നായിട്ടില്ലേ, കൊടുക്ക്. Come on man, I am dying. Hey John, somebody missing the chain. Hey, that's my chain. ഇതെങ്ങനെ നിന്റെ കയ്യിലെത്തി? പബ്ബിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കിട്ടിയത്. That's all. Bye, bye. Hussein, bye. ജോൺ എഴുന്നേക്കടാ. ജോൺ എഴുന്നേക്കടാ. ഞാൻ പോലീസിന് കോൾ ചെയ്യാം. കൊടുങ്ങരുതെന്ന് കരുതി ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് മൂടില്ല. നിനക്ക് ഡ്രിങ്ക് വേണം? അപ്പോ എന്റെ കൂടെ ഡാൻസ് ചെയ്യൂ. അവളെ ഞാൻ അടിച്ചിരുന്നു. അതിനുശേഷം എന്താ നടന്നെന്ന് ഓർമ്മയിൽ വരുന്നില്ലല്ലോ. അവളുടെ കയ്യിൽ ഗണ്ണുണ്ട്, ഷൂട്ട് ചെയ്ത് കളയും. ഇതാടാ. ഇല്ല, വേണ്ട. നമ്മൾ രണ്ടുപേരും അടിയുണ്ടാക്കും, കുടിച്ച് അത് മറക്കുകയും ചെയ്യും. ആ, കുടിച്ചിട്ട് മറക്കുന്നോണ്ടാ ഇത്രയും പ്രശ്നം. എനിക്ക് വേണ്ട. എനിക്ക് മറക്കണം. ഫ്രണ്ട്സ്. വാ. നീയും തെറ്റ് ചെയ്തിട്ടില്ല, ഞാനും ചെയ്തിട്ടില്ല. ആരോ ചെയ്ത തെറ്റിന് നമ്മൾ എന്തിനു മരിക്കണം? അതന്നെ, കംപ്ലൈന്റ് അകത്തിടും നോക്കിയാ കൊന്നുകളയെന്ന് തോന്നുന്നേ. അതിനു മുമ്പായിട്ട് നമുക്ക് അവളെ കൊല്ലാം. എന്താ, ഓക്കെ അല്ലേ? എങ്ങനെയാടാ? രാഷ്ട്രീയക്കാരന്റെ ഐഡിയ ആടാ കറക്റ്റ്. കാല് പിടിക്കാൻ മാത്രം പറയരുത്. കാലുവാരി നിലത്തടിക്കാവടാ. ചെല്ലടാ. മൈൻഡ് ഒന്ന് സ്റ്റഡി ആക്കട്ടെ.
വെടിവെക്കാടാ. നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ആലോചിക്കാം. നീ പോടാ. ചാരു എഴുന്നേക്ക. പിടിക്കണം എന്ത്? നിന്റെ കാല് പ്ലീസ്. സോറി ചാരു, സംഭവിച്ച തെറ്റിന് സത്യമായിട്ട് ഞാൻ പറയാ, ഞാൻ മാത്രം ഉത്തരവാദി അല്ല. എന്തൊരു ഷോ ആയിരുന്നടി. അമർത്തിയാലുണ്ടല്ലോ ചെതറിപ്പോ. എന്താടാ സംസാരിച്ചോണ്ടിരിക്കുന്ന? ടൈമില്ല. അവളെ വെട്ടിയിടണം, അടുപ്പ് കത്തിക്കണം, വേഗം വെക്കണം, പെട്ടെന്ന് അവളെ ഷൂട്ടേ. വെയിറ്റ് ചെയ്യടാ. അത് ആരാ ചെയ്തെന്ന് ടോർച്ചർ ചെയ്തതല്ലേ. ആ കൺഫ്യൂഷൻ ഇനി എന്തിനാ? കൺഫേം ചെയ്യാടാ. ഈ സംഭവം പ്ലാനിലില്ലല്ലോ. നീ ഗണ്ണ് എന്റെ കയ്യിലേക്ക് തന്നില്ലേ, നിനക്കൊരു സർപ്രൈസ്. ആ 6 എൻജോയ് ചെയ്യടാ. എനിക്ക് 6 ഒന്നും വേണ്ട. നിനക്ക് പേടിയുണ്ടല്ലേ? ഫസ്റ്റ് ഞാൻ, നെക്സ്റ്റ് നീ. ഓക്കെ? അഴിക്കടി. കേട്ടില്ലടി? അഴിക്കടി. ഞാൻ കണ്ടില്ല. ഊരി മാറ്റടി. ഷൂട്ട് ചെയ്യും ഞാൻ. ഷൂട്ട് ചെയ്യടാ. ഷൂട്ട് ചെയ്യടാ. നിനക്ക് ഷൂട്ട് ചെയ്യാൻ അറിയില്ലേ? അവൾ അടുത്തേക്ക് വരിക. ഷൂട്ട് ചെയ്യാനല്ല പറഞ്ഞേ. അതൊന്ന് പിടിച്ച് വലിക്ക് വേഗം. ഏതെങ്കിലും ഒരുത്തി പറ്റിക്കപ്പെട്ടെന്ന് വെച്ച് കൂടെ കിടക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുമല്ലേ? ഒരൊറ്റ തവണയായിരുന്നു ഞാൻ അൺകോൺഷ്യസ് ആയത്. വീണ്ടും അങ്ങനെ ഒരിക്കലും. Miss me. Close your eyes and kiss me. I can read your lips on your fingertips and happiness in your eyes. Kiss me. Close your eyes. Miss me. Close your eyes. ഹായ് ഹണി. ഞാനിപ്പോ എവിടെയാണെന്ന് അറിയാമോ? ലണ്ടനില്. നോ, ചെന്നൈ എയർപോർട്ടിലാ. കല്യാണത്തിന് മുമ്പത്തെ ദിവസം വരാന്നാ പറഞ്ഞേ, പക്ഷെ 1 വീക്ക് മുമ്പ് തന്നെ വന്നു. കണ്ടില്ലേ? നിന്നെ കാണാനാ വന്നോണ്ടിരിക്കണേ. കം ഓൺ, ഗെറ്റ് റെഡി. No, വരണ്ട. നീ ഉറങ്ങാണോ? ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ. നീ വരേ വേണ്ട. മാരേജ് ഡ്രോപ്പ് ചെയ്തേക്ക്. Hey, are you mad? 1 വീക്കിൽ മാരേജ് ആണ്. ഇപ്പൊ പോയി ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നു. നീ അറിഞ്ഞു തന്നെയാണ് സംസാരിക്കുന്നത്. യെസ്, ഞാൻ നിനക്ക് ക്വാളിഫൈഡ് ആയ പെണ്ണല്ല. ഇനി എനിക്ക് കോൾ ചെയ്യരുത്. Hey, എന്നെ കാണാനും ശ്രമിക്കരുത്. ഹലോ ചാമി, ഹലോ. നീ മാരീഡ് ആണോ? ചാരു, യു ഡസന്റ് മാറ്റർ. ചാരു, ജോൺ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ അവനെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. അപ്പോഴേ ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ. പോടോ. നിങ്ങളെ പോലെയൊക്കെ ഒരുത്തിനെ ചീറ്റ് ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇന്ന് സൊസൈറ്റിയിൽ 75% പരസ്പരം ചതിച്ചാ ജീവിക്കുന്നത്. എനിക്കതിന് പറ്റില്ല. എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആയത് ഞാൻ അവനെ മീറ്റ് ചെയ്ത ആ ദിവസം തൊട്ടാ.
എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാനൊരു ഓർഫനേജിലായിരുന്നു. എന്നെ ഒരാള് ദത്തെടുത്തു, സ്നേഹം തന്നു. പക്ഷെ അയാളൊരു ഡ്രങ്കഡായിരുന്നു. കമ്പനിക്ക് വേണ്ടി ആദ്യം കുടിക്കാൻ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. അതിനടിച്ചു, കമ്പൽ ചെയ്തു, എന്നിട്ട് കുടിപ്പിച്ചു. അത് കണ്ടിന്യൂ ആയി. ഒരു സ്റ്റേജിൽ ഓവറായിട്ട് കുടിച്ചോണ്ട് വന്ന് സെക്ഷുവലി അപ്രോച്ച് ചെയ്തു. കത്തി അവന്റെ തോടെ കുത്തിക്കയറ്റി എസ്കേപ്പായി. കഷ്ടപ്പെട്ട് ഡ്രിങ്കിങ് നിർത്തി. എന്നിട്ട് എഡ്യൂക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. IT ജോയിൻ ചെയ്തു. ബട്ട് സോഷ്യൽ ഡ്രിങ്കിങ്ങിന്റെ പേരില് ഡ്രിങ്കിങ് അവിടെ വളരെ കാഷ്വൽ ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. അവിടെ വെച്ച് അവൻ എന്നെ കണ്ടത്. ഹീസ് വെരി ജെന്യുവൻ. നിന്നെക്കുറിച്ച് എല്ലാം അറിയാനും എന്നെ മാരേജ് ചെയ്യുമെന്നും ചോദിച്ചു. അവന്റെ അപ്രോച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ ചോദിച്ച ഒരേ ഒരു റിക്വസ്റ്റ് ഡ്രിങ്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളതാ. അവസാനം വരെ അനാഥയെ പോലെ മരിക്കുമെന്ന് കരുതിയതാ. പിന്നെ അവന് വേണ്ടി ജീവിക്കണമെന്നായി. അവസാനമായി ഒറ്റ തവണ കുടിച്ചിട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്റെ ലൈഫ് എന്നെ നശിപ്പിച്ചില്ല. ഐ മിസ് ഹിം. ഞാൻ അവനെ നഷ്ടപ്പെടുത്തി. ഐ മിസ് മൈ ലൈഫ്. Don't touch me. Please. നിനക്ക് ഡ്രിങ്ക് വേണം? Yeah. അപ്പോ എന്റെ കൂടെ ഡാൻസ് ചെയ്യോ? Yes. നീ നല്ല സുന്ദരി കുട്ടിയാ. പൂസായി ഓരോന്നും പറയാ. പൂസായി കഴിയുമ്പോഴേ സത്യം പറയൂ. നീ എത്ര സുന്ദരിയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു പ്രാവശ്യം. ഒരേ ഒരു പ്രാവശ്യം പ്ലീസ് പ്ലീസ്. ഒരേ ഒരു പ്രാവശ്യം പ്ലീസ് 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 പ്ലീസ്. Bloody, how dare you? No, 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 no. Please, 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 Charmi. No. ഞാൻ ട്രൈ ചെയ്തത് സത്യമാ. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതെന്തോട്ട് മുമ്പേ പറഞ്ഞില്ല? ഇപ്പൊ നിന്റെ ചെയിൻ കണ്ടില്ലേ? അപ്പോഴെനിക്ക് ഓർമ്മ വന്നത്. സത്യമായിട്ടും ഞാൻ പറഞ്ഞേനെ, നീ വിശ്വസിക്കില്ല. പ്ലീസ് ചാർമി, എനിക്ക് ലൈഫ് വേണം. പ്ലീസ് ഡോണ്ട് ഷൂട്ട് മീ. ലൈഫ് അല്ലേ? പാമ്പാവുന്നത് വരെ കുടിക്കുകയും ചെയ്യും, ഏതെങ്കിലും ഒരുത്തി കിട്ടുമെന്ന് ആലയുകയും ചെയ്യും. മറ്റുള്ളവരുടെ മനസ്സറിയാത്ത മൃഗമാണ് നീ. ഇങ്ങനത്തെ വൃത്തികെട്ട ഒരു ലൈഫ് നിനക്ക് വേണോ? ലൈഫില് സീറോ ആ നീ. സീറോ? ഞാൻ സീറോ? ഇതേ ലൈഫിലെ ഹീറോ ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തെറ്റിയെന്നവർക്ക്
അഡ്വൈസ് ചെയ്യണമെങ്കിൽ എന്നെയാ എക്സാമ്പിളായി പറയാ. അങ്ങനെ ഒരു ലൈഫായിരുന്നു എന്റേത്. കുടിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഫാമിലി ജനിച്ചവനാ ഞാൻ. എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. +2 കഴിയുന്നവരെ ഞാനും കറക്റ്റായി നടന്നതാ. കോളേജിൽ ചേർന്നപ്പോ ലൈഫ് മാറി. ഞാൻ നന്നായിട്ട് പാടുമായിരുന്നു. എന്നോടും കുടിക്കാൻ പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. അവര് നിർബന്ധിച്ചു. ബിയറല്ലേ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആലോചിച്ചു. പക്ഷെ പിന്നീട് ത്രില്ലടിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. മനസ്സിന്റെ ഉള്ളില് ഒരു ക്യൂരിയോസിറ്റി, ഒന്ന് കുടിച്ചു നോക്കാമെന്ന്. കുടിച്ചു. ഒന്നുമില്ലാത്തൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പോലീസുകാരനെ പോലും അടിക്കാൻ കൈയൊങ്ങി. സെന്റിമെന്റ് കൂടി നായക്ക് ബിരിയാണി കൊടുത്തു. അത്രയ്ക്ക് എൻജോയ്മെന്റ് ആയിരുന്നു. വേറൊരു ലോകത്തിലായിരുന്നു ഞാൻ. ആ ലോകത്തിൽ തന്നെ കഴിയണമെന്ന് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ കുടിക്കാനാണോ കാരണമില്ലാത്ത? ഇന്ത്യ പാകിസ്ഥാൻ മാച്ചില് ഇന്ത്യ വിൻ ചെയ്തതിന് കുടിച്ചു. പെട്രോൾ വില കൂടിയതിന് കുടിച്ചു. സൂപ്പർ സ്റ്റാറിന്റെ പടം ഹിറ്റായപ്പോ കുടിച്ചു. പിന്നെ കാരണം അന്വേഷിക്കാൻ തുടങ്ങി. സൂപ്പർ സ്റ്റാറിന്റെ പടത്തിന് ടിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കുടിച്ചു. പിന്നീട് കാരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഈ ലോകം എന്താ ഇങ്ങനെയെന്ന് കരുതി ഫീൽ ചെയ്തു. ഇത് ജോണ തുറക്ക്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കുടിക്കാതിരിക്കാൻ പറ്റാതായി. ബോഡി നോർമലായിരിക്കണമെങ്കിൽ കുടിക്കണം. കുടിച്ചു. കാണുന്നവരോടൊക്കെ കാശ് ചോദിച്ചു. ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. നാണം കെട്ടു. മറ്റുള്ളവർ കുടിച്ചു വെച്ച ക്ലാസ്സിൽ കുടിച്ചപ്പോഴാ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്ന ആത്മാഭിമാനവും ആത്മവിശ്വാസവും എനിക്ക് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായത്. മതി പോ എന്നെ തളർത്തി നീ നൻപനെ പോലെ കാലം പഴകി നീ പോക പോക എന്നെ മാറ്റി നീയും ഞാനും പോരാടി തുടങ്ങിയോ? അടിമയാക്കി സ്നേഹം തന്നു, സൂര്യമാക്കി വേദം തന്നു, ഒഴുകി നടത്തി പൊങ്ങിക്കുത്തി ചിരികൾ തന്നു, ചിതറി തന്നു. എങ്ങനെയൊക്കെയോ ഞാൻ പാടുന്നു, നിന്നെ കൊണ്ടതെല്ലാം പോയത്. അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറേയില്ല. അമ്മ എപ്പോഴും കരച്ചിലായിരുന്നു. സഹിക്കാൻ പറ്റിയില്ല. എന്റെ ഫാമിലിയിൽ ആർക്കും സമാധാനം ഇല്ലാതായി എന്നറിയാം. അതുകൊണ്ട് അവർക്ക് നാണക്കേടുണ്ടാവില്ലല്ലോ. ഞാൻ ഇറങ്ങി. ഞാൻ ചെന്നൈയിലെത്തി. പല ജോലികളും ചെയ്തു. എന്നിട്ടും ഫിറ്റാവുന്ന അത്രയും കുടിക്കാനുള്ള പണം തികഞ്ഞില്ല. കുടിക്കാനല്ലേ ജോലി ചെയ്യുന്നത്. കുടിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാന്ന് പബ്ബിൽ ജോയിൻ ചെയ്തു. ഫ്രണ്ട്സ്. ലൈഫ് സ്റ്റൈല് തന്നെ മാറി. കുറെ സമ്പാദിച്ചു. ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഒരു ദിവസം എന്റെ അമ്മയെ സ്വപ്നം കണ്ടു. ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല. അവർക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു വേദന എനിക്ക് തോന്നി. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ജീവിതം മതിയാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് എന്റെ ലൈഫിലേക്ക് ദിവ്യ വന്നത്. ദിവ്യ, ഞാനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരേ ഒരു പ്രാവശ്യം കൂടെ കിടന്നാ മതി. പിന്നീട് ഞാൻ നിർബന്ധിക്കുകയില്ല. പ്ലീസ്, നീ എവിടെ വരണ്ടെന്ന് ഞാൻ പറയാം. ഞാനൊരു 10 മിനിറ്റിൽ വരാം. ദിവ്യേ, നീ എന്നെ സന്തോഷപ്പെടുത്തണം.
ഇല്ലെങ്കിൽ നീ ഒരിക്കലും സന്തോഷത്തോട്ടിരിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. Hey Divya. Hey, who are you, man? My girlfriend is on the way, man. Go, 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 go. ആരുടെ ഫോൺ അടിക്കുന്നത്? എന്താ എന്റെ ഫോൺ അടിക്കുന്നത്? അതിനിപ്പോ എന്താ? അപ്പൊ നിന്നോട് അടിക്കണ്ട. ഹലോ, അത് എന്റെ ഫോണാ. ഓക്കെ, അഡ്രസ് പറഞ്ഞാൽ മതി, കൊടുത്തേക്കാം. വേണ്ട, എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണം. എന്തിന്? പ്ലീസ്. ഹായ്, ഐ ആം ദിവ്യ. താങ്ക്സ്. അവൻ എന്റെ കാല് പിടിച്ച് കെഞ്ചി ഇനി ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞു ഓടിക്കളഞ്ഞു. ഇപ്പൊ ഓക്കെ ആണല്ലോ. നൗ ഐ ആം വെരി ഹാപ്പി ബിക്കോസ് ഓഫ് യു. ഫസ്റ്റ് ടൈം ഞാൻ കാരണം ഒരു പെണ്ണിന് സന്തോഷമുണ്ടായി. ദിവ്യയെ കാണുമ്പോഴൊക്കെ എന്റെ ഉള്ളിലെ സ്ട്രഗിളിങ് സൈലന്റ് ആയി തുടങ്ങി. ലിക്കർ കുടിക്കുന്ന സ്ഥലത്ത് അവളിരുന്ന് ജ്യൂസ് കുടിച്ചു. അവൾ എന്നെ കാണാനാണ് വന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ദിവസം അവൾ തുറന്നു പറഞ്ഞു, ഐ ലവ് യു. ഐ ടു ലവ് യു എന്ന് പറയാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ അത്രയ്ക്ക് വൃത്തികെട്ടവനാ. പക്ഷെ അവളെ വിടാനും മനസ്സില്ല. ലവ് എല്ലാത്തിനെയും മാറ്റുമെന്ന് പറയാറുണ്ട്. അത് എന്റെ ഉള്ളിൽ ഉണ്ടായപ്പോഴാ സത്യമാണെന്ന് മനസ്സിലായത്. കുടിക്കുന്നത് നിർത്തി. അപ്പോഴാണ് കൂടുതൽ കുടിക്കണമെന്ന് തോന്നിയത്. ട്രീറ്റ്മെന്റ് എടുത്തു. ഞാൻ പുതിയ ആളായി മാറി. ഐ ലവ് യു. നിന്റെ കൺകൾ ഉൾനോക്കി വന്നു എന്നെ നോക്കിയോ. അയ്യോ കാതൽ എന്നെയും കടന്ന് മുന്നിൽ നിന്നുവോ. മഴയാ മഴയാ നെഞ്ചിനുള്ളിൽ അലയായ അലയായി എന്ത് ചെയ്തിടാ. എടി നിന്റെ മേലെ ഞാൻ കൊതിയെ വെച്ച് എന്തായാലും ഞാൻ ചിരിച്ചു നിന്നു. കൂടെ കൂടെ എന്നെ രസിപ്പിച്ചനെ. അല്ല, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്താ? ഞാൻ വളരെ ഹാപ്പിയാ. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ജോൺ ബെനിക്കുക്കിന്റെ മണിമണ്ഡപം കാണണം. ഇദ്ദേഹം കാരണമാ 5 ജില്ലകളും ജീവിക്കുന്നത്. ഇവിടെയുള്ള ഓരോരുത്തർക്കും ഓരോ ദൈവമുണ്ട്. പക്ഷെ എല്ലാവർക്കും പൊതുവെയുള്ള ദൈവം ഇദ്ദേഹം മാത്രമാണ്. ജലമുള്ളവരെ നിങ്ങളും ജീവിക്കും. ഒരു പുതിയ ജീവിതം തുടങ്ങി ദിവ്യയോടൊപ്പം. എന്റെ ദേഹം എങ്ങെങ്ങും നിന്റെ ചുണ്ടിൻ രേഖകൾ. നിന്റെ ജീവൻ എന്നെന്നും എന്റെ ആയുൾ രേഖയിൽ. ഉറക്കമില്ല സംസാരിച്ചു ഉറങ്ങിപ്പോകും രാത്രികൾ മാത്രം. ഇരുമനമാടിടും ചതുരംഗം പോലെ കിതകിതച്ചാലും അത് രസിച്ചു. എല്ലാമിടെ ചിരിയൊരു കാലം. ഞാനൊരു ഡ്രിങ്കറാണെന്ന് അവളോട് പറഞ്ഞില്ല. പറഞ്ഞാ എന്നെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ള ഭയം കൊണ്ടല്ല, അവളോട് എനിക്കുള്ള ലവ് പഴയ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോയില്ലെന്നുള്ള വിശ്വാസം കൊണ്ട്. മനസ്സിൽ കുടിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം വയറ് നിറച്ച് ഊണ് കഴിക്കും. വെള്ളമടി ശീലം വിട്ടാ എല്ലാരും സന്തോഷിക്കും, ഒരാളൊഴികെ. നമ്മുടെ കൂടെ റെഗുലറായിട്ട് കുടിക്കുന്നവൻ, അവന് സഹിക്കാൻ പറ്റില്ല, ദേഷ്യപ്പെടും, നമ്മളെ ഉപദേശിക്കും, വീണ്ടും നമ്മളെ വെള്ളം അടുപ്പിക്കാൻ വേണ്ടി കൂടോത്രം വരെ ചെയ്യും. ഒരു ദിവസം അവൻ എനിക്ക് കൂൾ ഡ്രിങ്ക്സിൽ മദ്യം കലർന്നു തന്നു. ഒരു ഡ്രോപ്പ് കുടിച്ച ഉടനെ എനിക്ക് മനസ്സിലായി, ആ ടേസ്റ്റ് എന്നെ ബോട്ടിൽ താഴെ വെപ്പിച്ചില്ല.
ചെകുത്താൻ വീണ്ടും തലയിൽ കയറി. ലൈഫ് ശംഭോ ശിവശംഭോ എന്നായി. ദിവ്യക്ക് അത് മനസ്സിലായി. എന്തിനാണ് എന്നോട് ഒളിച്ചത്? ഇല്ല ദിവ്യേ. You are a cheater. പ്ലീസ് ഞാൻ പോവാ. എന്നെ വിട്ടു പോയി. ഇതാണ് നിനക്ക് ലാസ്റ്റ് വാണിംഗ്. ഇനി കൊടുക്കരുതെന്ന് വാൺ ചെയ്തു. കഴിയുന്നില്ല. എല്ലാം ഇവിടെ മായാവേഷമേ, അനുഭവിച്ച് എല്ലാം അറിയുന്ന ബാധിക്കുമേതേ യാത്ര ചെയ്തിടാ, പാദമാത്രം സ്ഥിരമായി നിന്നിടും. അലയാൻ വെച്ച് എന്നെ മാത്രം പാത വെച്ച് യാത്ര ചെയ്യാം. അലയാൻ വെച്ചു എന്നെ മാത്രം ഉയരെഴുന്നു ഉയരെടുത്തിൽ. ഞാൻ കുടിക്കുമ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞു? ഒരു ദിവസം അവളെ അടിച്ചു. അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ടെൻഷൻ കൊണ്ട് ഒരുപാട് കുടിച്ചു. ദിവ്യയോട് സോറി പറയാൻ പോയി. കാലത്ത് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അന്ന് രാത്രി 2 പേരെ ആക്സിഡന്റിൽ കൊന്നെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ മദ്യപിച്ച് ബ്ലോക്ക് ഔട്ട് സ്റ്റേജിലാണ്. ഈ സ്റ്റേജിലുള്ളവർക്ക് കുടിച്ചാൽ എന്ത് ചെയ്തു എന്ന് ഓർമ്മ വരില്ല. പാവ എന്റെ ദിവ്യ എന്നെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ നിന്നും കേസെന്നും പറഞ്ഞ് കുറെ നടന്നു. എനിക്കവളെ നന്നായി നോക്കണം. എനിക്ക് എന്റെ ലൈഫ് വേണം. ആ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ബ്ലാക്ക് ഔട്ട് സ്റ്റേജിൽ ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും. സോറി, ഡോണ്ട് ഷൂട്ട് മീ. ഹാ, ബ്ലാക്ക് ഔട്ട് സ്റ്റേജിൽ റേപ്പ് ചെയ്തെന്ന് പറയും. അത് ഞാൻ ക്ഷമിക്കണോ അല്ലേ? എന്താ ഒരുപാട് ഫീലിങ്സോടെ കഥ പറഞ്ഞ് സെന്റിമെന്റലായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കുക? ഇല്ല. നീ ഒരു സെന്റിമെന്റ് ഇഡിയറ്റ് ആയിരിക്കാം, ഞാനല്ല. ഹേയ്, Charu, please, please, don't shoot, please, Charu, don't shoot, please, Charu, please, Charu, please. ആരാ അവള്? ജോണിന്റെ വൈഫ്. ജോൺ, നിന്റെ ജീവൻ മാത്രം എടുത്താലൊന്ന് ഡിസൈഡ് ചെയ്തിരിക്കുക. നീ എന്തെങ്കിലും ഒന്ന് കൺവേ ചെയ്യാൻ നോക്കിയാലുണ്ടല്ലോ, നിന്റെ ബോഡിയിലെ പാർട്സ് ഒക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് ജീവൻ മാത്രം വിട്ടുവെക്കും. ലൈഫ് മുഴുവനും നീ നരകിക്കും. പോ. എന്തു പറ്റി ഹുസൈൻ? ജോൺ എവിടെ? ജോൺ, 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 എന്തു പറ്റി ജോൺ? എഴുന്നേൽക്ക് ജോൺ. ജോൺ, ജോൺ, എന്താ ജോൺ? ജോൺ, ആരാണ് അതിനെ അടിച്ചേ? ഞാൻ അടിച്ച്. You bloody bitch! എന്തിനാടി അവിടെ അടിച്ചേ? മൈൻഡ് യുവർ വേർഡ്സ്. അവൻ എന്നെ റേപ്പ് ചെയ്തു, അതുകൊണ്ട് ഞാൻ അടിച്ചു. ചാൻസ് ഇല്ല, അവൻ അങ്ങനെ ചെയ്യില്ല. ലെവൽ അറിയാതെ കുടിക്കും, ദേഷ്യപ്പെടും, തല്ലുകൂടും. പക്ഷെ എന്നെ അല്ലാതെ വേറെ ഒരു പെണ്ണിനെയും തൊടില്ല. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണോ? അവനോട് എന്നെ ചോദിക്ക്.
ജോൺ ഇല്ലാന്ന് പറയൂ ജോൺ. ഇല്ലാന്ന് പറയൂ ജോൺ. ഇല്ലാന്ന് പറയൂ ജോൺ. പ്ലീസ് ഇല്ലാന്ന് പറയടാ. അറിയില്ല ദിവ്യ. നിന്നെ ഇഷ്ടപ്പെട്ട സെക്കൻഡ് മുതല് നിനക്ക് വേണ്ടി എന്റെ ലൈഫ് ഞാൻ സാക്രിഫൈസ് ചെയ്തതാ. നീ ഒരു ദിവസം, ഒരു നിമിഷം, ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എത്രയോ തവണ കുടിച്ചിട്ട് വന്ന് ബെഡിലെ മൃഗത്തെ പോലെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി സഹിച്ചു. ബിക്കോസ് നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു. ബെഡിൽ നിനക്ക് ബോറടിക്കാൻ തുടങ്ങിയല്ലേ, അതുകൊണ്ടല്ലേ പോയത്. നിന്റെ കൂടെ ലൈഫ് പാർട്ട്ണറായി ജീവിക്കുന്നത് വെറുതെയാ. ദിവ്യ, ദിവ്യ. സോറി, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. ഞാൻ തന്നെ പോലീസിനെ വിളിക്കാം. ഫോണ് കട്ടിയിടി. ഹലോ. ഏയ്, കട്ട് ചെയ്യാനല്ലേ പറഞ്ഞേ? അവനെ ഞാനേ കൊല്ലുള്ളൂ. ഫോൺ കട്ടിയേ, കട്ടിയേ. ദിവ്യ, ഫോൺ കട്ടിയേ. അവള് ഷൂട്ട് ചെയ്യും. അത്രയ്ക്ക് സ്നേഹമാണല്ലേ? ഓടി. വേണ്ട ചാരു, വേണ്ട ചാരു. എടാ ഹുസൈൻ, റേപ്പ് ചെയ്യടാ അവളെ. എന്താടാ മിഴിച്ചു നിൽക്കുന്നേ? ചെയ്യടാ. പ്ലീസ് 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 ചാരു. ഹുസൈനെ വേണ്ട, അവളെ ഒന്നും ചെയ്യരുത്. ഇവിടെ പറയുന്നത് കേൾക്കരുത്. എടി, നീ ഞാനും തമ്മിലെ പ്രശ്നം. അവളെ ഒന്നും ചെയ്യരുത്. അവളെ ലൈഫിൽ എനിക്ക് വേണ്ടി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അവൾക്കൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ് അവളെ വിളിച്ചാരു. എനിക്ക് നടന്ന ടേക്ക് ഇറ്റ് ഈസി. നിന്റെ വൈഫിന് നടന്ന വേദന, എന്റെ വേദന നീ അറിയണമല്ലോ. എടാ ഹുസൈൻ. വേണ്ട ഹുസൈൻ, ദേഷ്യം പിടിച്ച് നിൽക്കുക ഞാൻ. ഞാൻ ചെയ്യാം. നിന്നോട് അപ്പോഴേ പറഞ്ഞതാ പോവാന്ന്, നീ കേട്ടില്ല. ഹുസൈൻ വേണ്ടടാ. ഹുസൈൻ, നോ ഹുസൈൻ. പോടാ, പുറകോട്ട് പോടാ. വേണ്ട. റേപ്പ് ചെയ്യടാ. പാടാ. ഫ്രണ്ടിന്റെ വൈഫാ, മൂട് വരുന്നില്ല. ഒന്ന് വെള്ളമടിക്ക്, താനെ വന്നോളും. വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. അവള് പറയുന്നത് കേൾക്കണ്ട. ഹുസൈനെ, അവള് നിന്നെ ട്യൂൺ ചെയ്യാ. വേണ്ട. എടാ ഹുസൈനെ നിക്ക്, പറയുന്നത് കേക്ക്. വേണ്ട ഹുസൈൻ, വേണ്ട. ഹുസൈനെ ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. എടാ പറയുന്നത് കേക്ക്. നീ വീണ്ടും കുടിക്കരുത്. ഹുസൈൻ പറയുന്നത് കേൾക്ക്. തുടരുത്. വേണ്ട, പറഞ്ഞ കേക്ക്. എടാ വേണ്ട, വേണ്ട, കുടിക്കരുത്. കുടിച്ചത് മതി, വന്ന് എൻജോയ് ചെയ്യടാ. ഞാൻ പറയണത് കേക്ക്. വേണ്ട ഹുസൈൻ, വേണ്ട ഹുസൈൻ, പ്ലീസ് വേണ്ട ഹുസൈൻ. എന്താ ഭംഗി. എന്നെക്കാൾ സൗന്ദര്യ വേറെന്താ തോന്നുന്നത്? ഇത്രയോ സൗന്ദര്യമുള്ള ഭാര്യ ഉള്ളപ്പോ അവൻ എന്തിനാ പീക്കിരി പോലെയുള്ള നിന്നെ തൊടുന്നത്? മണ്ട. കള്ള് നിന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞല്ലോ. സ്റ്റാർട്ട് നൗ. പ്ലീസ് ഹുസൈൻ, വേണ്ട.
ഫ്രണ്ട് അല്ലടാ. എന്നൊന്നും ചെയ്യല്ലേ. ഫ്രണ്ടോ? നീയോ? ഫ്രണ്ടാണെങ്കിലേ ജീവൻ കൊടുത്ത് രക്ഷിക്കണോടാ. നീ ചെയ്ത തെറ്റിന് എന്നെ ഇരയാക്കി എന്നെ തീർക്കാൻ നോക്കിയില്ലേ? നീ ഫ്രണ്ടാണോ? പോടാ മയിരെ. ഇതിന്റെ അകത്ത് മധു, പുറത്ത് മാധു, തൊട്ടടുത്ത് ചാരു. എന്താ ലൈഫല്ലേ ഇത്? Correct, Hussain. Come on. I am in a romantic mood. വേണ്ട വേണ്ട. ഒന്നുമില്ല. പോടാ. ഷൂട്ട് ചെയ്യടാ. ദിവ്യ വാ പോവാ. അവളെ വിടറാ. വിടറാ അവളെ. കാല് വിടറാ. പോടാ. പോ. എന്താടി വേണ്ട നിനക്ക്? ഞാൻ സോറി പറഞ്ഞതല്ലേ. സാഡിസ്റ്റിനെ പോലെ ടോർച്ചർ ചെയ്യുന്ന സൈക്കോ ആണോടി നീ? നിന്നെ ജോൺ, ജോൺ, ജോൺ റിലാക്സ്. നീ റേപ്പ് ചെയ്തിട്ടേ ഇല്ല ജോൺ. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല. യെസ്, ഞങ്ങളൊരു പ്ലേ ചെയ്തതാ. ഷീസ് ഓൾസോ എ ഡോക്ടർ. No. Can we start the play? Sure. ഡോക്ടർ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ജോൺ നിങ്ങളെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നീ എനിക്ക് ഡ്രിങ്ക് തന്നതാ, ബട്ട് ഞാൻ കോൺഷ്യസ് ആയിരുന്നു.
എസ്കേപ്പ് ആവാൻ ഞാൻ നിന്നെ അടിക്കാൻ ട്രൈ ചെയ്തതാ. അപ്പോഴേക്ക് നീ തന്നെ തലകറങ്ങി വീണു. ബെഡിൽ കിടന്നോണ്ടിരുന്ന നിന്നെ ഹുസൈനാണ് ചെയറിലിരുത്തിയത്. അതിനുശേഷം ഞങ്ങളുടെ പ്ലേ സ്റ്റാർട്ടായി. നീ ചെയ്യുന്നത് ആർക്കും അറിയില്ലെന്ന് വിചാരിക്കരുത്. എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. നിന്റെ വൈഫ് ആൽക്കഹോളിക് അനോണിമസിലുള്ള ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്തു. കുടിച്ചിട്ട് നീ ബ്ലാക്ക് ഔട്ട് സ്റ്റേജിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. അതൊക്കെ സഹിച്ചു ജീവിച്ച ഇവൾക്ക് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നീ ചെയ്ത തെറ്റു മാത്രം സഹിക്കാനേ കഴിഞ്ഞില്ല. കുടിക്കുന്നത് കൊണ്ടാണ് ആ തെറ്റ് നീ ചെയ്യുന്നതെന്ന് അവൾ മനസ്സിലാക്കി. നിന്നെ അവൾക്ക് വേണമെന്നും കുടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കണമെന്നും ഞങ്ങളോട് പറഞ്ഞു. 2 months ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്ലാൻ ചെയ്തു. ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നിന്റെ ബ്ലാക്ക് ഔട്ട് സ്റ്റേജ് ഞങ്ങളുടെ പ്ലാനിന് വർക്കൗട്ടായി. കുടി കാരണം നീ എന്തൊക്കെ ചെയ്തെന്ന് നിനക്ക് മനസ്സിലാക്കി തരാനും കുടി എത്ര ക്രൂരമായ കാര്യമാണെന്ന് കുടിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ടെലികാസ്റ്റ് ചെയ്യാൻ പോവാ. ഇത് കാണുന്നവരിൽ ഒരു 5% എങ്കിലും നന്നാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുടിയൊരു ഗുണപ്പെടുത്താൻ പറ്റാത്ത രോഗമേ അല്ല. TB, ടൈഫോയിഡ്, മലേറിയ പോലെ ഒരു സാധാരണ രോഗമാണ്. ഡോക്ടറുടെ ട്രീറ്റ്മെന്റും റിലേറ്റീവ്സിന്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഗുണപ്പെടുത്താം. നിന്റെ അച്ഛനും അമ്മയ്ക്കും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വിഷമിച്ചു. നിന്റെ വൈഫ് നിന്നെക്കുറിച്ച് എപ്പോ മുഴുവനും മനസ്സിലാക്കിയോ അപ്പൊ തന്നെ നിന്റെ മാതാപിതാക്കളെയും കെയർ ചെയ്യാൻ തുടങ്ങി. നീ അവൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഡ്രിങ്ക്സ് വലിച്ചെറിയ്, ട്രീറ്റ്മെന്റിന് വാ. നിന്റെ നല്ല ജീവിതം നിനക്ക് വീണ്ടും തിരിച്ചു കിട്ടും. കമോൺ ജോൺ.